നബിയുല്ലാഹി വ കലീമുഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബി അലൈഹിസ്സലാമിന് വഹി നൽകിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് സൂറത്ത് ത്വാഹയിലെ നമ്മളിന്ന് ഓതിവെച്ച ഭാഗം 16 മുതൽ 36 വരെയുള്ള ആയത്തുകൾ. അതിനുശേഷവും അള്ളാഹു തആലയുടെ വഹി തന്നെയാണ്. നമുക്കൊരു സ്വാഭാവിക സംശയം വരും. എന്താ സംശയം? വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ? എന്തെങ്കിലും എന്തേ ഇപ്പം അങ്ങനെ, അപ്പോൾ എന്തേ ഇങ്ങനെ ആയില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സക്കരിയക്ക് തോന്നുന്നില്ല? സക്കരിയ സാഹിബിന് തോന്നുന്നില്ല? എന്നാൽ പിന്നെ പറയണ്ടല്ലേ, പോട്ടെ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്ത് ചിന്തിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തേ അള്ളാഹു അങ്ങനെ സംസാരിക്കാതിരുന്നത്? ഭൂമിയിൽ അങ്ങനെ സംസാരിച്ചുകൂടായിരുന്നോ? തങ്ങളോട് ഇങ്ങനെ ഒരു ചെടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിന്നോ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ശബ്ദം കേൾക്കാനുള്ള അവസരം എന്തേ ഉണ്ടായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും മീതെ അല്ലല്ലോ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അതിനുത്തരം എന്താ? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? കൈവക്കണം, അപ്പോഴേക്കും അറിയുള്ളൂ. എങ്ങനെ? ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുണ്ടല്ലോ അല്ലേ? ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, സൂറത്തുൻ നജ്മിൽ. ഇത് മൂസ അലൈഹിസ്സലാമിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയൊരു വഹയാണ്. അതുപോലെ അതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാജാത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സ്ഥാനത്ത് തങ്ങളെ ഇരുത്തിയിട്ട് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, ആ ആയത്താണ് വകല്ലമല്ലാഹു മൂസ തക്ലീമ എന്നതിനേക്കാളും മീതെ നിൽക്കുന്നത്. അള്ളാഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി നൽകി. മാ ഔഹാ, അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ തങ്ങൾക്കെന്ന് വഹിയായി കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് എന്താണ് ആ കൊടുത്തത് എന്ന് രഹസ്യമാക്കി വെച്ചു അള്ളാഹു തആല. അത് പറഞ്ഞില്ല. എന്താ തങ്ങളോട് സംസാരിച്ചത്? സിറാണ്. പരസ്യമായൊരു സംഗതിയേക്കാളും നെലിം വലിയും സിറിനല്ലേ, രഹസ്യത്തിനല്ലേ. അതുകൊണ്ടാണ് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. മൂസ അലൈഹി ഇസ്ലാമിനോട് കയ്യിൽ എന്താന്ന് ചോദിച്ചു. അത് താഴേക്ക് ഇടാൻ വേണ്ടി പറയുന്നു, ചെരുപ്പൂരാൻ വേണ്ടി പറയുന്നു. അതൊക്കെ വ്യക്തമാണ്. എല്ലാവരോടും അല്ലാഹു തആല തുറന്നു പറഞ്ഞു. മുത്തുനബി തങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഹബീബിന് ഞാൻ വഹി കൊടുത്തു, ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്താണ് എന്ന് അള്ളാഹു ഒരാൾക്കും അതിന് യോഗ്യത കൊടുത്തില്ല. അതറിയാനുള്ള യോഗ്യത ആർക്കും അള്ളാഹു കണ്ടിട്ടില്ല. തങ്ങൾക്ക് മാത്രമുള്ള വിഷയമാണ് അത്. അങ്ങനെ മതി. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി വളരെ VIP ആയ ഒരു പ്രധാനിയായ വളരെ വലിയൊരു മനുഷ്യരുടെ അടുത്ത് സംസാരിച്ചു. എന്തേ പറഞ്ഞത്? അതെന്താന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താവും എന്ന് ചിലപ്പോൾ ഒരു കൊല്ലം ആലോചിച്ച് നടക്കും കൂടുള്ളവർ അല്ലേ. എന്തായിരിക്കുക പറഞ്ഞിട്ടുണ്ടാവുക. ഹബീബായ തങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ഷറഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ വെച്ച് സംസാരിക്കുന്നതും ആകാശലോകത്ത് വെച്ച് കൊണ്ടുപോയി സംസാരിക്കുന്നതും ഏതാണ് സ്ഥാനം? മേലോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് തന്നെയാണ് അവിടെയും മേൽക്കോയ്മ, തങ്ങൾക്ക് തന്നെയാണ് അവിടെ സ്ഥാനം, മഹത്വം അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. മൂസ നബിയെ, അങ്ങയുടെ വലത് കൈയിലുള്ള ആ സാധനം എന്താണ് എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ അലൈഹിസ്സലാമിനെ ഈനാസ് ചെയ്യുക, സമാധാനിപ്പിക്കുക. കാരണം നമ്മൾ അറിയുന്ന ഒരു കാര്യം നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ എളുപ്പമാണ്.
അറിയാത്തൊരു കാര്യം നമ്മളോട് പെട്ടെന്ന് ചോദിച്ചാൽ പ്രയാസമായി പോകും. പടച്ചോനെ എനിക്ക് ഉത്തരം കിട്ടൂലേ, ഞാൻ എന്താ പറയാ? അതുകൊണ്ടാണ് നാളെ പരലോകത്തുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് തൗഹീദിനെ കുറിച്ചാണ്. മർ റബ്ബുക, റബ്ബാരാണ്? അവ ജീവിതം മുഴുവൻ ഇസ്ലാമിൽ ചെലവഴിച്ച ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നടക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ഏറ്റവും എളുപ്പമുള്ള ചോദ്യം അല്ലാഹ് എന്നുള്ള ഉത്തരമാണ്. ആരെയായിരുന്നു ആരാധിച്ചിരുന്നത് എന്നാണ് ചോദ്യം. മർ റബ്ബുക്. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് ചോദ്യം ആരംഭിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഈനാസ് കിട്ടാൻ, മനസ്സമാധാനം കിട്ടാൻ അവർക്ക് അറിയുന്ന ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം തൗഹീദിലാണല്ലോ അവർ മനോഹരമായി അന്തസ്സിൽ വസ്ത്രം ധരിച്ച് വൃത്തിയിലും ശുദ്ധിയിലും അത്തർ പൂശിയിട്ടൊക്കെ സുന്നത്താണ് നിസ്കരിക്കാൻ മുക്കുമ്പോൾ, അല്ലേ? ഖുദൂ സീനത്തുക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നിസ്കാര സമയത്തും നിങ്ങൾ ഭംഗിയാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നാണ് അവിടെ ഉദ്ദേശം. എല്ലായിടത്തും അങ്ങനെയല്ല, ഈ ഹദീസിൽ അങ്ങനെയാണ്. ഖുദൂ സീനത്തുക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നിസ്കാര സമയത്തും നിങ്ങൾ നല്ല ഭംഗിയിൽ പോകണം. അപ്പോൾ ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അങ്ങോട്ട് ചൊരിഞ്ഞു തരും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഅരിഫത്ത്, അള്ളാഹുമായുള്ള മുനാജാത്തിൻ്റെ ലദ്ദത്ത് അള്ളാഹു നമുക്ക് തരുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോകുമ്പോൾ തങ്ങൾ എന്താ കൊണ്ടുപോയത്? ഒന്നും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ തങ്ങളുടെ ഖൽബിൽ മലഅഹു ഈമാനൻ വ യഖീനൻ, ഈമാനും യഖീനും നിറച്ചിട്ടാണ് കൽബ് കൊണ്ട് പുണ്യ നബി ആകാശത്തേക്ക് പോകുന്നത്, അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംസം വെള്ളം കൊണ്ട് കഴുകി കൊടുത്തു. അപ്പോൾ വേണ്ട സാധനം ഇതാണ്, ഈമാനും യഖീനും. അതന്നെ നിസ്കരിക്കുമ്പോഴും നമുക്ക് വേണ്ടത്. സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസ നബി കൊണ്ടുവന്ന ചെരുപ്പും വടിയും അത് രണ്ടും താഴെ വെക്കാൻ പറഞ്ഞിട്ടാണ് വഹി കൊടുക്കുന്നത്. അങ്ങനൊരു ഹിക്മത്ത് ഇതിലുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഒരുക്കുന്നുണ്ട്. ഖുർത്തുബി തങ്ങളും റാസി തങ്ങളും അത് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ദുന്യവിയായ ഭൗതികതയിലേക്ക് നമ്മളെ ആകർഷിപ്പിക്കുന്നത്. ഇപ്പോൾ മൂസ നബിക്ക് ഓടാനും വയ്യ, ഒന്ന് അന്വേഷിച്ച് നടക്കാനും പോവണ്ട. ചെരുപ്പും വടിയും താഴെ വെച്ചു. ഹറബും തൊലബും അല്ലാഹു തആല ക്ലോസ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ തജർറുദിൽ ലിമുനാജാത്തി, എൻ്റെ മുനാജാത്തിന് വേണ്ടി മൂസ നബിയെ റെഡിയായിട്ട് ഇങ്ങോട്ട് പോരി, വേറൊന്നും കൽബിൽ വേണ്ട, മക്കളോ കുട്ടികളോ ഒന്നും ഇനി ആലോചിക്കേണ്ട എന്നാണ് പറയുന്നത്. അവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ റബ്ബിൻ്റെ ഹദറത്തിലേക്ക് എത്തിയപ്പോഴാണ് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിച്ച വളരെ പരമപ്രധാനമായ വിഷയങ്ങൾ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹുവിടെ വഹിയായി കൊടുത്തു. കാരണം തങ്ങളോടൊന്നും അയച്ചു വെക്കാനോ മാറ്റിവെക്കാനോ അവിടെ പറയേണ്ടി വന്നില്ല. തങ്ങളുടെ മുനാജാത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുനാജാത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, മുത്തുനബി തങ്ങളുടെ ഉമ്മത്തികളിൽ ഓരോരുത്തരായി നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹുവുമായുള്ള മുനാജാത്തിന് അവസരമുണ്ട് നമ്മുടെ നിസ്കാരത്തിലൂടെ. ഫഇന്നൽ മുഅ്മിന ഫീ സ്വലാത്തിഹി യുനാജി റബ്ബഹു, മുഅ്മിനായ മനുഷ്യൻ അവരുടെ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മുത്തുനബി തങ്ങളുടെ ഉമ്മത്തികൾക്ക് കിട്ടിയ പ്രാധാന്യമാണ്. പണ്ട് കാലത്ത് അത് അമ്പിയാക്കന്മാർക്ക് കിട്ടി. മൂസാ നബി അലൈഹിസ്സലാം നബിയാണ്. നബിയായി മൂസ നബിക്ക് അല്ലാഹുമായി സംസാരിക്കാനുള്ള മുനാജാത്തിൻ്റെ അവസരമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിസ്കാരം പ്രത്യേകമായ മുനാജാത്തായിട്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ സ്ഥലം, നിസ്കരിക്കുന്ന മുസല്ല, നിസ്കരിക്കുന്ന റൂമുണ്ടെങ്കിൽ അത്, നമ്മുടെ മസ്ജിദുകൾ, ഇതൊക്കെ ഏറ്റവും നല്ല വൃത്തിയിലും സുഗന്ധത്തിലും ആണ് സൂക്ഷിക്കേണ്ടത്. പെണ്ണുങ്ങളോട് സൂചിപ്പിക്കുകയാണ്, എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ വീട്ടുകാർക്കും ഇത് ബാധകമല്ല. എന്നാലും നിസ്കാരപ്പടം നമ്മൾ വെള്ളത്തോടുകൂടെ സുജൂദിലും അത്തഹിയാത്തിലും കൈകുത്തിയിട്ടൊക്കെ വെള്ളം ധാരാളം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനൊക്കെ ഒരു ദുർഗന്ധം വരാൻ സാധ്യത. വീടുകളിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കുപ്പായത്തിന് ചിലപ്പോൾ ഗന്ധം വരും, മുസല്ലക്ക് ചിലപ്പോൾ ഗന്ധം, ചില മസ്ജിദുകളിൽ ഉണ്ടാവും അങ്ങനെ. കാർപ്പറ്റൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടാവും. സുജൂദ് എന്നൊക്കെ ഇമാമിങ്ങളെങ്ങാനും സുജൂദ് നീട്ടി ചെയ്ത് കഴിഞ്ഞാൽ പ്രയാസമായിപ്പോവും, ശ്വാസം മുട്ടിപ്പോവും, തല പൊക്കാനും വയ്യ, ശ്വാസം വിടാനും വയ്യ, ദുർഗന്ധമുണ്ടായിട്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നിസ്കാരപ്പായകളൊക്കെ കഴുകണം, നിസ്കാരക്കുപ്പായങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണം. അതിലൊരിക്കലും ഒരു ദുർഗന്ധം വരുന്ന നനവിൻ്റെ ഗന്ധം, നനഞ്ഞിട്ടൊരു ഗന്ധം വരുമല്ലോ, അതുപോലും വരരുത്. കാരണം അള്ളാഹുവിൻ്റെ മുനാജാത്തിൻ്റെ ഇടമാണത്. നമ്മളൊരു വിയേപ്പിനെ കാണുമ്പോൾ ഏറ്റവും നല്ല കുപ്പായിട്ടല്ലേ പോവുക,
ഏറ്റവും നല്ല കുപ്പായിട്ടല്ലേ നമ്മൾ ഇറങ്ങിപ്പോവുക, നല്ല നോക്കൂലേ ചുളിവുണ്ടോ കറുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ആ ബോധം നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത അള്ളാഹു ജല്ല ജലാലുവിൻ്റെ മുനാജാത്തിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് വേണമെന്നാണ്. അപ്പോഴാണ് ആ മുനാജാത്തിന് നമ്മൾ വില കൊടുത്തു എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അതിന് വില കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാര്യപ്പെട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾ ആ ഉറങ്ങിച്ച കുപ്പായിട്ടിട്ട് പോവുക പൈജാമ ഇട്ടിട്ട് ഇൻ്റർവ്യൂക്ക്. അവിടെ എത്തുമ്പോൾ തന്നെ പല കുട്ടി ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു വിടൂലേ. അവർ വിചാരിക്കുക എന്താ ഈ മനുഷ്യന് കോമൺ സെൻസ് പോലും ഇല്ല എന്നാണ്. അങ്ങനത്തെ ആളെ എങ്ങനെ ജോലിക്ക് വെക്കുക? അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയാണ്, തജറദ് മിൻ 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 അലായിഖി ദുനിയ കുല്ലിഹ, ഈ ലോകത്തെ എല്ലാവിധ ബാന്ധവങ്ങളും ബന്ധനങ്ങളും എല്ലാം കണ്ട് മാറ്റിവെക്കിൻ, എന്നിട്ടെൻ്റെ മുമ്പിലേക്ക് വരിൻ. അതാണ് വടിയും ചെരുപ്പും താഴെയിടാനും അഴിച്ചു വെക്കാനും പറഞ്ഞതിലെ ഒരു ഹിക്മത്ത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ റഹിമഹുമുല്ലാഹു തആല. ഖാല അൽഖിഹാ യാ മൂസ ഖാല ഹിയ അസ്വായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖ്റ. മിമ്പർ ഓതുന്ന സമയത്ത്, മിമ്പറിൽ ഖുതുബയോതുന്ന സമയത്ത് ഒരു വടിയോ അല്ലെങ്കിൽ ഒരു വാളോ കയ്യിൽ കുത്തിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൽ ഒരു ഇത്തിഖാ ചെയ്യുക എന്ന് പറയും, അതിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ഖുതുബയോതേണ്ടത് എന്ന് ഇജ്മാഉൽ ഉമ്മയാണ്, ഇജ്മാഉൽ ഉലമാഇ അജ്മഈൻ. ഖുതുബക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഖുതുബയോതുമ്പോൾ മിമ്പറിൽ കയറുമ്പോൾ ഒരു വടിയോ അല്ലെങ്കിൽ വാളോ അതിന് പകരം കയ്യിൽ കരുതിയിട്ടാണ് മിമ്പറിലേക്ക് കയറേണ്ടത്. ഒരു ഊന്ന് വേണം, കാരണം അതിനൊരു ഹൈബത്തും അതിൻ്റെ ഒരു വഖാറും അങ്ങനെയാണ്. അറബ് സംസ്കാരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഗൗരവമുള്ള ആളുകളും രാഷ്ട്ര നേതാക്കന്മാരും ഗോത്ര തലവന്മാരും വടിയോ വാളോ കുത്തിപ്പിടിച്ച് നിന്നുകൊണ്ടായിരുന്നു അവരുടെ ഉത്ബോധനങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് ചരിത്രം. അതുകൊണ്ടാണ് ഇത് എന്നതിനർത്ഥമില്ല. പക്ഷേ ആ ഒരു പാരമ്പര്യം അറബ് സംസ്കാരത്തിലുണ്ട്. പക്ഷെ ഖുതുബയിൽ ഇത് പ്രത്യേകം സുന്നത്താണ്. അതങ്ങനെ ചെയ്യാവൂ എന്ന് തന്നെയാണ് ഉലമാഇന്റെ പക്ഷം. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ ഒരു വടി ഉണ്ടാവുള്ളൂ, ഒരു ഉരുണ്ട വടി ഉണ്ടാവും. വലിയ വടിയൊക്കെ കാണും. ലാമിലൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നില്ല, പല രാജ്യത്തും പല നിലക്കും കാണാൻ പറ്റും. വാളോ വാളിൻ്റെ രൂപത്തിലുള്ളതോ. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്ന് അതിനർത്ഥമില്ല. ചിലർ അങ്ങനെ ദുർവ്യാഖ്യ. ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനിടയിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനിടയിൽ ഇങ്ങനെ ഒരായുധം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വഹാബികൾക്ക്. മുത്തുനിബിതങ്ങളും അനുയായികളും അതിന് നിർബന്ധിതരായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അതിന് ആശയം കൊടുക്കാം. എന്നല്ലാതെ ഇസ്ലാം ഇതുകൊണ്ടാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. മുത്തുനിബിതങ്ങൾക്ക് അങ്ങനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. തങ്ങൾ എല്ലാ നിലക്കും ഒരു ആയുധം ഒഴിവാക്കണം എന്ന് തീരുമാനിച്ച നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു ഹദീസ് അങ്ങനെയാണല്ലോ. രണ്ടാമത്തെ ഹദീസ് നോക്കി, 17ാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്നാ വമൻ ഗശനാ ഫലൈസ മിന്നാ. ആയുധം ഉപയോഗിക്കുന്ന ആളുകൾ, ഈ ഉമ്മത്തിൻ്റെ മേൽ ആയുധവുമായി വരുന്ന ആളുകൾ, മൻ ഹമല സിലാഹ അലൈന ഫലൈസ മിന്നാ, ഈ ഉമ്മത്തിൽ ആയുധം കൊണ്ട് നടന്ന് ആയുധപ്രയോഗം ഈ ഉമ്മത്തിനോട് ചെയ്യുന്നവർ നമ്മളിൽപ്പെട്ടവരല്ല. വമൻ ഗശനാ ഫലൈസ മിന്നാ, ഈ ഉമ്മത്തിനെ വഞ്ചിക്കുന്നവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയുധം കൊടുക്കുക, പരസ്പരം ആക്രമിക്കാൻ വേണ്ടി ഈ ഉമ്മത്തിനിടയിൽ ആയുധ വിതരണം ചെയ്യുക. ഒരു സമൂഹത്തിൽ നമ്മുടെ ഉമ്മത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അവിടെ ആയുധ കച്ചവടം നടത്തൽ ഹറാമാണ്. അങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരാഭ്യന്തര കലഹമാണെന്ന് വിചാരിക്കുക. ഒരു പൊതുശത്രുവിനെ നേരിടാനുള്ള സമയമൊന്നല്ല, മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. ആ സമയത്ത് ആയുധം വിൽക്കൽ ഹറാമാണ്. ആയുധ കച്ചവടം നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മൂപ്പരുടെ ബിസിനസ് അതായിരിക്കാം. ശവപ്പെട്ടി കച്ചവടം നടത്തുന്നില്ല ആൾക്കാർ, പല ടൂൾസും വിൽക്കുന്നില്ലേ എന്ന പോലെ അയാളുടെ കച്ചവടം അതാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നടക്കുമ്പോൾ ഷട്ടർ അടച്ചു വിട്ടുപോയിരിക്കണം എന്നാ, ഒരായുധവും ഇങ്ങനെ വിൽക്കാൻ പാടില്ല എന്നാ. കാരണം അത് പ്രതിസന്ധി വർദ്ധിപ്പിക്കും, അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും എന്നതുകൊണ്ട്. അതുകൊണ്ടാണ് എരുതിയിൽ എണ്ണ ഒഴിക്കരുത് നമ്മൾ അതിന് ഉദാഹരണം പറയുന്നത്. ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനെന്ത് ചെയ്യരുത്, കൂട്ടരുത്. പ്രശ്നത്തെ ഊതിക്കെടുത്താനാണ് ശ്രമിക്കേണ്ടത്. പ്രശ്നം ഉണ്ടാക്കാൻ പിശാചുക്കൾ ധാരാളം ഉണ്ടാവും. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ അതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളും മുഅ്മിനീങ്ങളുമാണ് അരുത് ചെയ്യല്ലേ എന്ന് പറയുള്ളൂ.
അതുകൊണ്ട് മൻ ഹമല സിലാഹ അലൈന ഫലൈസ മിന്ന, നമ്മോട് ആയുധമേന്തി വരുന്ന ആളുകൾ നമ്മളിൽ പെട്ടവരല്ല. വമൻ ഗശ്ശന ഫലൈസ മിന്ന, മുസ്ലിമീങ്ങളിൽ വഞ്ചിക്കുന്നവരും മുത്തനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഗശ്ശന ഫലൈസ മിന്ന, ഭയങ്കരമായ വാക്കാണ്. അത് നബി തങ്ങൾ പറഞ്ഞൊരു സാഹചര്യമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെന്ന ഒരു മഴ പെയ്തു. അപ്പോൾ അന്നൊക്കെ ഷോപ്പുകൾക്കൊന്നും റൂഫൊന്നും ഇല്ലല്ലോ. മഴ പെയ്താൽ, മഴ തീരെ കിട്ടാത്ത നാടല്ലേ, വളരെ സ്കെയറാണല്ലോ മഴ ഇവിടെ. അപ്പോൾ മഴ പെയ്തപ്പോൾ അരിച്ചാക്കുകളും ഗോതമ്പുകളും വിൽക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിലൊക്കെ മഴ വെള്ളം ഇറങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഴ പെയ്ത പിറ്റേന്ന് അങ്ങാടിയിലൂടെ ഒരു നടത്തം നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, പുണ്യ നബിയുടെ ദൗത്യമാണ് തങ്ങൾ നിർവഹിക്കുന്നത്. തങ്ങൾക്ക് പള്ളിയിരുന്ന, തങ്ങൾ പള്ളിയിലെ ഉസ്താദല്ലേ, നബിയല്ലേ, റസൂലല്ലേ? അല്ല, തങ്ങൾ ഒരു ഫുഡ് ഇൻസ്പെക്ടർ കൂടിയാണ്. തങ്ങൾ അവിടുത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ജനങ്ങളുടെ സുരക്ഷിതത്വം നബി തങ്ങൾക്ക് ഉറപ്പുവരുത്തണം. തങ്ങൾക്കറിയാം മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങാടികളിൽ ചില വഞ്ചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്തു? ഗോതമ്പിൽ ഉണങ്ങിയത് മേലെ വെച്ചു, അടിയിൽ മൊത്തം നനഞ്ഞതാ. അത് കാണാതിരിക്കാൻ വേണ്ടി ഉണങ്ങിയത് മേലെ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു ചാക്ക് വെച്ചിട്ട് വിൽക്കുന്നത്. പുണ്യ നബി തങ്ങൾ ആ ഗോതമ്പിലേക്കൊണ്ട് കൈയിട്ടു. നോക്കുമ്പോൾ അടിയിൽ നനവാൻ. തങ്ങളിതെടുത്തിട്ട് ചോദിച്ചു, മാഹാദ, എന്താണിത് എന്ന് ചോദിച്ചു. നബിയെ, അസ്വാബത്തുഹു സമ, മഴ പെയ്തതാ നബിയെ. തങ്ങൾ പറഞ്ഞു, ഹല്ല ജഅൽതഹാ ഫൗഖ, എന്നാൽ ആ നനഞ്ഞത് മേലെ തന്നെ വെച്ചുകൂടായിരുന്നോ? എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇത്, മൻ ഹമല സിലാഹ അലൈന ഫലൈസ മിന്ന വമൻ ഗശ്ശന ഫലൈസ മിന്ന, നമ്മെ വഞ്ചിക്കുന്നവർ നമ്മളിൽപ്പെട്ടവരല്ല. അങ്ങനെ കച്ചവടം ചെയ്യണ്ട. പഴയതും കേടുവന്നതും അടിയിൽ വെച്ചിട്ട് മേലെ മുന്തിയത് വെച്ചിട്ട് പറ്റിക്കല്ലേ ഇത് ചെയ്യുന്നത്, ഇത് വഞ്ചനയല്ലേ, നമ്മളെ വഞ്ചിക്കുന്നവർ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ഇടപെടൽ നോക്കണം സ്വല്ലല്ലാഹു. അതും ആ ഒരു മഴ പെയ്ത് പിറ്റേന്ന് തന്നെ തങ്ങൾ ആ ഒരു ഇൻസ്പെക്ഷൻ നടത്തി എന്നത് ശ്രദ്ധേയമാണ്. വമൻ ഗശ്ശന ഫലൈസ മിന്ന. അപ്പോൾ മിമ്പറിലേക്ക് കയറുമ്പോൾ സയ്യിദുന മൂസ അലൈഹിസ്സലാം വടിയിൽ ഊന്നായിട്ട് പിന്നെ ഒരു ക്ഷീണത്തിനും മറ്റും ഒരാക്കം കിട്ടാൻ വേണ്ടി അതിലേക്ക് ചാരി നിൽക്കാറുണ്ട്. വഅഹുശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറാ. അപ്പോൾ എന്താണ് ആ ഉപകാരങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്ന പ്രതീക്ഷയിൽ മൂസ നബി അലൈഹി സ്വലാം അത് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വെച്ചു. ഇവിടെ മൂസ അലൈഹി സ്വലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹിയ അസ്വായ, എൻ്റെ വടിയാണ് അല്ലാഹുവേ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. മഹാനവറുകൾ ഒരൽപ്പം അവിടെ തഫ്സീൽ ചെയ്ത് വിശദീകരിച്ചു. അതവക്കഉ അലൈഹ, ഞാൻ അതിൻ്റെ മേൽ ചാരി കുത്തി നിൽക്കും. വഅഹുശ്ശു ബിഹാ അലാ ഗനമി, എൻ്റെ ആടുകൾക്ക് ആ വടി കൊണ്ട് ഞാൻ ഇലകൾ പൊഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിന് തോന്നി, ഞാൻ പറയണത് ഓവറായി പോകുന്നുണ്ടോ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇജ്മാല് ചെയ്തു. വലിയ ഫിഹാ മആരിബു ഉഖറ, വേറെയും ഒരുപാട് ഉപകാരമുണ്ട് പഠിച്ചവനെ, ഇനി കുറേ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട എന്ന് മൂസ നബിക്ക് തോന്നിയത് കൊണ്ടാണ് അവിടെ വലിയ ഫിഹ, എനിക്ക് ആ വടിയിൽ മആരിബു ഉഖറ, മഅറബ മആരിബ്, ഒരുപാട് ഉപകാരങ്ങളുണ്ട് പഠിച്ചവനെ. ഇനി ഇങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകുമല്ലോ. അല്ലാഹു തആലയോടുള്ള മുനാജാത്തിന് കിട്ടിയ വളരെ കനപ്പെട്ട സുവർണ നിമിഷമല്ലയോ, അതുകൊണ്ട് വല്ലാണ്ട് പറയണ്ട. എന്നാൽ കുറച്ച് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് അവസാനം പെട്ടെന്ന് ക്ലോസ് ചെയ്തു. വലിയ ഫിഹാ മആരിബു ഉഖറ. അല്ലാഹു തആല അതിന് മറുപടി ചോദിക്കുമെന്ന പ്രതീക്ഷയിലത് പറഞ്ഞു വെച്ചതെങ്കിലും അല്ലാഹു തആല ചർച്ചയെ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരു വടിയുടെ വിഷയമല്ല മൂസ നബി ഇവിടെ പ്രാധാന്യമുള്ളത്. ആ വടിയല്ല നമ്മുടെ വിഷയം. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ഉപകാരങ്ങൾ അതല്ലേ നിങ്ങൾക്കറിയുള്ളൂ. ഇനി ഈ വടി കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് വേറെയും ഉപകാരങ്ങളുണ്ട്. അത് പഠിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അൽഖിഹായ മൂസ, ആ വടി ഇങ്ങ് താഴെട്ടേക്കൂ. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അത് താഴെയിടുന്നു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആ വടി കാണുമ്പോൾ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. ഹയ്യത്ത് എന്ന് പറയുമ്പോൾ ചെറിയ പാമ്പിനാണ് അത്ര ഹയ്യ എന്ന് പറയാം. വലിയ പാമ്പിന് സുഅ്ബാൻ എന്ന് പറയാം. വളരെ ചെറിയ പാമ്പിൻ്റെ കുട്ടിക്ക് ജാൻ എന്ന് പറയും. ജിന്നിന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, കഅന്നഹാ ജാന്നും ഫവല്ല മുദ്ബിറ.
മൂസ നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അത് ജാന്ന് പോലെ തോന്നി. ജിന്ന് പോലെ എന്നതിന് അർത്ഥമുണ്ട് അവിടെ. ജിന്ന് എന്ന് പറഞ്ഞാൽ ഫി ഖിഫത്തിൽ ഹറക, വളരെ പെട്ടെന്ന് അനങ്ങാനും യാത്ര ചെയ്യാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് ജിന്നുകൾ. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം അത് കാണുമ്പോൾ അത് ജിന്ന് പോലെ തോന്നി. ജിന്നിൻ്റെ ആ ഒരു ഖിഫത്തുൽ ഹറക, അത് പെട്ടെന്ന് ഇങ്ങനെ പെടയുന്നുണ്ട്. അപ്പോൾ അത് ജാന്ന്, ജിന്നാണെന്ന് തോന്നി. ഒരർത്ഥമുണ്ട്. ജാന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ഫർഖുൽ ഹയ്യ, പാമ്പിൻ്റെ കുട്ടിക്കും എന്ത് പറയും? ജാന്ന് എന്ന് പറയും. അപ്പോൾ ആദ്യമായി വടി താഴെ ഇടുമ്പോൾ വലിയ സർപ്പമാവും മൂസ നബി പേടിയായി പോകും. മൂസ അലൈഹിസ്സലാം പേടിക്കാതിരിക്കാൻ വേണ്ടി സീനായിൽ വെച്ച് നടന്ന സംഭവത്തെ പറഞ്ഞെടുത്ത് 2 പ്രയോഗമാണ് ഖുർആൻ ഉപയോഗിച്ചു. ഒന്ന് ജാന്ന്, മറ്റൊന്ന് ഹയ്യ. ഹയ്യത്ത് പറഞ്ഞ ചെറിയ പാമ്പാണ്. ജാൻ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ കുട്ടിയാണ്. ഒരു പാമ്പിൻ്റെ കുട്ടി പോലെയാണത് തുടങ്ങിയത്. പിന്നീടത് വലുതായി ഒരു സാധാരണ ഒരു പാമ്പിൻ്റെ രൂപത്തേക്ക് അത് വന്നു. അപ്പോഴേക്കും അത് കല്ലും മറ്റു ചെടികളും വിഴുങ്ങാൻ തുടങ്ങുന്നു. മൂസ നബി അലൈഹിസ്സലാം അതിൻ്റെ സ്വർസ്വറ, അതിങ്ങനെ കടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും മൂസ നബിക്ക് പേടിയായിപ്പോയി. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം പിറകോട്ട് നിൽക്കുമ്പോഴാണ് മൂസ നബി ലാ തഖഫ്, നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം അതിൻ്റെ വായയിൽ തന്നെ പിടിച്ചു എന്നാണ് ചരിത്രം. വാലിൽ പിടിച്ചു, അങ്ങനെ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്അ. ഇനി അല്ലാഹു തആല സുഅ്ബാൻ എന്ന് പ്രയോഗിച്ചു. ഫറോവയുടെ മുമ്പിൽ ഈ വടിയിട്ടിട്ട് ഫറോവയുടെ മുമ്പിൽ മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് വലിയ സർപ്പമായിട്ടാണ് മാറിയത്. അതിലും വലിയ സർപ്പമായിട്ടാണ് സാഹിറുകളുടെ, മജീഷ്യന്മാരുടെ മത്സരം നടന്നില്ലേ ഫിർഔനെ വിളിച്ചു കൂട്ടിയപ്പോഴേ? ആ മത്സരം നടക്കുമ്പോൾ വലിയ സർപ്പൻസ്, അത് വലിയൊരു മഹാസർപ്പമായി മാറി. പക്ഷെ അള്ളാഹുവിടെ പ്രയോഗം ഒരു വാക്കും പറഞ്ഞില്ല. ഫഇദാ ഹിയ തൽഖിഫു മാ യഫികൂൻ. അവർ നുണയായി പടച്ചുണ്ടാക്കിയത് മുഴുവനും അത് വിഴുങ്ങുകയാണുണ്ടായത്. ഈ അത് എന്ന് പറഞ്ഞപ്പോഴേ വലിയ പാമ്പ് എന്നൊരു വാക്ക് അള്ളാഹുവിടെ ഉപയോഗിച്ചില്ല, ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇതെല്ലാം കൂടെ വിഴുങ്ങണമെങ്കിൽ വലിയ പാമ്പാവണല്ലോ. പക്ഷെ സുഅ്ബാൻ എന്ന പ്രയോഗം 2 തവണ ഖുർആൻ ഉപയോഗിച്ചു. ഹയ്യത്ത് എന്നത് 1 തവണയാണ് ഉപയോഗിച്ചത്. കാരണം സീനാ കുന്നിൻ്റെ താഴ്വരയിൽ വെച്ച് അള്ളാഹുമായി സംസാരിക്കുമ്പോൾ അത് ഹയ്യത്തായിരുന്നു, ചെറിയ പാമ്പായിരുന്നു. മൂസ നബിക്ക് പേടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഫറോവയുടെ മുമ്പിൽ എത്തിയപ്പോൾ സുഅ്ബാൻ 2 തവണ 2 ആയത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സുഅ്ബാനും മുബീൻ, അത് ശരിക്കും പാമ്പായിരുന്നു. മറ്റൊരൊക്കെ പിന്നെ സർപ്പമാണോ എന്ന് തോന്നുള്ളൂ, മജീഷ്യന്മാരുടെ തോന്നിക്കലാണ്. ഇപ്പോൾ ടിക്ടോക്കിൽ കുറേ മജീഷ്യന്മാരുണ്ട്, വീഡിയോ എടുത്തിട്ട് വിടുക, കണ്ടാ വെച്ചു ഭയങ്കര സംഭവമാണ്. ഒന്നും സംഭവിക്കില്ല, ക്യാമറ കൊണ്ട് വീഡിയോ കൊണ്ട് കളിക്കുക. എന്നിട്ട് ആൾ എയറിൽ നിൽക്കണ പോലെ, ആൾ പറക്കണ പോലെ നേരിട്ട് കാണാൻ കഴിയും. ഇതൊക്കെ ഒരു ക്യാമറ ചെയ്യുന്ന പരിപാടി. ഈ ടിക്ടോക്കിലൊന്നും കാണുന്ന ഒരു സംഗതി വിശ്വസിക്കാൻ പറ്റില്ല. എന്താണേലും ഒറിജിനൽ, എന്താണേലും നുണാന്ന് വരെ അറിയാൻ പറ്റില്ല. ഏതൊരു ചങ്ങായിൻ്റെ ഒരു മത്തനും മറ്റേ എന്താ പറയുക, ഒരു ഫ്രൂട്ട്സിൻ്റെ പിന്നെ തോട്ടത്ത് പോയിട്ട് ഓരോന്ന് വെട്ടി വെക്കുമ്പോൾ അതിൽ കുറേ കോയിന് കണ്ടിനത് പച്ച നുണയല്ലേ ഇതില്ല ഉണ്ടാക്കുക, മോർഫ് ചെയ്ത് ചെയ്യുക, പച്ച നുണയായിട്ട്. ഇതൊക്കെ വീഡിയോഗ്രാഫിയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടായിരുന്നു ഇപ്പോൾ അടച്ചോനെ ആ വെട്ടണ വരെ ആ സാധനം വെട്ടിയപ്പോൾ എൻ്റെ ഉള്ളിൽ അതങ്ങനെ കോയിനൊക്കെ ഇങ്ങനെ കിടക്കണ്. ആപ്പിളിൻ്റെ ഉള്ളിൽ കോയിന്, ബത്തക്കൻ്റെ ഉള്ളിൽ കോയിന്, കണ്ടത് പല നുണയുണ്ടാവും. ബുർജ് ഖലീഫ തീ പിടിച്ചു എന്നൊക്കെ കണ്ടുകണ്, വെറുതെ പറയുന്നേ. അങ്ങനെ പലതും മരിക്കാത്ത കുറേ ശേഖന്മാർ മരിച്ചു എന്നതിൽ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹ്. ജീവിച്ചിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് ഇൻതഖല റഹ്മത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ ഏതെങ്കിലും കാര്യങ്ങൾ ഖിറാത്തും ബേക്കിൽ വെച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും ആമീൻ അല്ലാഹ് പുറത്തു കൊടുക്കണേ. അപ്പോൾ ഏതെങ്കിലും താഴത്ത് വന്നിട്ട് പൊന്നു ചങ്ങന്മാരെ ഉപ്പര ഹയ്യുൻ യുർസഖ്, അയാൾ തിന്നും കുടിച്ചു നടക്കണ ജീവുള്ള മനുഷ്യനാട്ടോ അടിയിൽ എഴുതിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഈ വീഡിയോകളൊന്നും നമ്മൾ പഴയ ഉമ്മാരും പ്രായമുള്ളവരും പറ്റിക്കുക എന്നല്ലാണ്ട് ഇതൊക്കെ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ AI ടെക്നോളജിയും കൂടെ വന്നിരിക്കുകയാണ്. ഏതാ ഒറിജിനൽ ഏതാ അല്ലാത്തെന്ന് വരെ തിരിയാൻ പറ്റില്ല. ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരാൾക്ക് എന്ത് വേണമെങ്കിലും പഠിച്ചുണ്ടാക്കി വിടാം. ഒരു എത്തിക്സോ കൾച്ചറോ ഇല്ലാത്ത ഒരാൾക്ക് ഏതെങ്കിലും പിന്നെ 2 ആളുകളെ കിട്ടിയാൽ മതി, അവരെ വെച്ചിട്ട് ഇന്നത് ഇവർ ചെയ്യുന്ന പോലെ കാണിക്കുന്ന പറഞ്ഞാൽ മൂപ്പരുണ്ടാക്കി കൊടുക്കും. പിന്നെ അതാണ് വീഡിയോ ഇട്ട് വരിക. ഇതിലേതാ റിയാലിറ്റി, ഏതാണ് തെറ്റ്, ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഭയങ്കര പ്രയാസമായി പോകും.
മനുഷ്യനേക്കാളും പിന്നെ ഹൈ പെർഫോമിംഗ് ആയിട്ടാണ് AI ടെക്നോളജി വരാൻ പോകുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. നമുക്കിപ്പോൾ ഒരു വലിയൊരു പുസ്തകം നമുക്ക് ഓർത്തെടുത്ത് വായിക്കാൻ പറ്റുമോ? ഇന്ന പേജിൽ ഇന്ന വരിയിൽ ഇന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതൊക്കെ വളരെ ലിമിറ്റഡ്. കുറച്ചൊക്കെ പറയാൻ പറ്റുമെന്നല്ലാണ്ട് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് അതിൽ എത്രാമത്തെ പേജിലാണ് ഷേക്സ്പിയർ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് മൂപ്പര് കറക്റ്റ് പറഞ്ഞുതരല്ലേ. അതായത് ഈ മെമ്മറി പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തെ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മെമ്മറി ഉണ്ടാക്കിയെടുക്കാനും അത് പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് കഴിയും. അത് പ്രോസസ്സ് ചെയ്യാവുന്ന ടൂളും മനുഷ്യനുണ്ടാക്കാൻ കഴിയും. പക്ഷെ ഇത് രണ്ടും കൂടെ കണക്റ്റായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ കൺട്രോൾ പോയി പോകും. അങ്ങനത്തെ വലിയൊരു ഡേഞ്ചറിലേക്ക് ആ ഒരു പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോകുമോ എന്നൊരു വലിയൊരു ചർച്ച ലോകത്ത് നടക്കുന്നുണ്ട്. അല്ലാഹു അലം എന്താണ് സംഭവിക്കാന്ന്. قال هي عصاي اتوكل عليها قال القها يا موسى فالقاها فاذا هي حيه تسعى. അപ്പോൾ ഇത് പാമ്പ് തോന്നിയതല്ല, അല്ലെങ്കിൽ കാഴ്ചയിൽ തോന്നുന്നതല്ല. فاذا هي ثعبان مبين, അത് ശരിക്കും ഒരു വലിയ സർപ്പമായി രൂപപ്പെട്ടു എന്ന് തന്നെ അല്ലാഹു മുബീൻ എന്ന വാക്ക് പറയുന്നുണ്ട്. അത് അതിനാണ്, ഇത് തോന്നുകയല്ല. കാരണം മജീഷ്യന്മാർ ചെയ്യുന്നത് തോന്നലാണ്. നമുക്കങ്ങനെ തോന്നും. അങ്ങനെയാണ്. വലിയ വലിയ മജീഷ്യന്മാരൊക്കെ ഉണ്ട് ലോകത്ത്. ഭയങ്കരമായ മജീഷ്യന്മാരുണ്ട്, ഭയങ്കരമായ മാജിക് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ കൺകെട്ടാണ്. അങ്ങനെ സംഭവമില്ല. ഒരു തുണി എടുത്തിട്ട് പിന്നെ ഡോളറായി മാറുക. പിന്നെ അവർ ഈ പെർഫോമൻസിന് പോകണോ? ഡോളറാക്കി വരിയിരുന്നാൽ പോരെ. ഇവർ ഇത് യാത്ര ചെയ്ത് ഇടങ്ങേറായി ഷോവും പെർഫോമൻസും സ്റ്റേജിലും കയറി എന്തിനിതിൻ്റെ ആവശ്യം? തോന്നിപ്പിക്കുക. മനുഷ്യനങ്ങനെ തോന്നും, ഇതിന്നതായി തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് യുഖയ്യലു ഇലൈഹി അന്നഹാ തസ്ആ. മനുഷ്യന് തോന്നുകയാണ്. നമ്മുടെ മൈൻഡിൽ നമുക്ക് തോന്നിപ്പോകും ഇത് അങ്ങനെ സംഭവിക്കുകയാണോ? അങ്ങനെ സംഭവമില്ല. ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. ജീവനില്ലതിനെ ഇല്ലാതാക്കാനും മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഒരു നിവർന്നു നിൽക്കുന്ന മനുഷ്യനെ കഷ്ണം മുറിച്ച പോലെയൊക്കെ തോന്നും. അല്ലാ കാണണ്ടെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ല. അവിടെ മുറിയുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷനപ്പോൾ കാലൊടുക്കെ പോയതെന്നൊക്കെ തോന്നും. ഇതൊക്കെ കൺകെട്ടുകളാണ്. അത് റിവീൽ ചെയ്യുന്ന കുറച്ച് വളവന്മാരുണ്ട്, ഇന്നതാണ് ചെയ്തതെന്ന് പറയുന്നവർ. അപ്പോൾ ഇതൊക്കെ തഖയ്യുലാണ്, മനുഷ്യന് തോന്നലാണ്. മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഇങ്ങനെ മനുഷ്യനെ തോന്നിപ്പിക്കും. അപ്പോൾ മനുഷ്യൻ പെട്ടുപോകും. അപ്പോൾ ഈ മാജിക്കൊക്കെ കാണുമ്പോൾ അല്ലാ പടച്ചോനെ എന്ന് പറയുന്നവർ മസീഹു ദജ്ജാൽ വന്നാൽ എന്തായാലും ഓൻ തന്നെ പടച്ചോനെന്ന് പറഞ്ഞു പോകും. അവൻ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ പടച്ചോനല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തെളിവ് കാണിച്ചു തരണോ? ആ കാണിച്ചതാ. എൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചു പോയതല്ലേ? ആ മരിച്ചു പോയവരാണ്. അവരെ ഖബറോടെ? അപ്പോൾ പള്ളിക്കാട്ട് കൈ പിടിച്ച് കൊണ്ടുപോകും. ഇത് ഉമ്മ, അവിടെ വാപ്പ. ഞാൻ അവരെ ജീവിപ്പിച്ചെന്നാൽ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കും. ആ വിശ്വസിക്കാം. കുഞ്ഞാമ്മീൻ്റെ ഉമ്മ എണീറ്റോളി എന്ന് പറയും. ഖബറ് പൊട്ടിയിട്ട് ആ ഉമ്മ എണീക്കും. കുഞ്ഞാമ്മീൻ്റെ വാപ്പയല്ലേ എണീറ്റോളി എന്ന് പറയും. വാപ്പ എണീക്കും. മുത്തുനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഉണ്ടായിരുന്ന ഖരീൻ എന്ന് പറയുന്ന പിശാചിനെയാണ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപത്തിൽ ഇവൻ പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷെ കാണുന്നവരെന്ത് വിചാരിക്കും? ഉമ്മ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എന്തേ മാനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉമ്മ മോനെ മാനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉമ്മയും കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇവനെ ഉറപ്പിച്ചു, ഇത് പടച്ചമ്പുരാനല്ലാതെ ആർക്കാ ചെയ്യാൻ പറ്റുക? അങ്ങനത്തെ മജീഷ്യനായിരിക്കും മസീഹു ദജ്ജാൽ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ ഈ ലോകത്ത് വെച്ച്. അവൻ നിങ്ങളുടെ മുമ്പിൽ നീണ്ട മനുഷ്യനായിട്ട് നിൽക്കല്ലേ, കേളി ഹെയർ, അവൻ്റെ മുടി ചുരുള മുടിയായിരിക്കും. ഷാബുൻ ഖത്തത്തുൻ ജഅദുൻ, ഭയങ്കര ഭീമാകാരനായ ശരീരമുള്ള ആളാണ്, ഒറ്റക്കണ്ണനാണ്. ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങളുടെ കൺമുമ്പിൽ മനുഷ്യൻ നിന്നിട്ടല്ലേ ഈ പറയണത്? നിങ്ങളുടെ റബ്ബിനെ ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ മാജിക് ഒന്നും നോക്കണ്ട. പിന്നെ അവൻ്റെ കണ്ണ് കണ്ടില്ലേ? ഒരൊറ്റ കണ്ണെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയില്ലാത്തതല്ലേ? അല്ലാഹു തആല ജമീലല്ലേ? അല്ലാഹു ജമാലുള്ള പടച്ചവൻ എങ്ങനെ ഇവനെപ്പോലെ വികൃതനായിട്ട് വരിക? ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. മക്കയിലും മദീനത്തും അവന് വരാൻ കഴിയില്ലല്ലോ. ഇതാലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും.
എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കൺകെട്ടുകളാണ്, സിഹറുകളാണ്, മനുഷ്യരെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തം ഉമ്മയും വാപ്പയും തോന്നിപ്പോകും. പറയുമ്പോൾ അവരെ കൂടെ കിടക്കുന്ന ജിന്നിനെയാണ് ഇവർ എഴുന്നേൽപ്പിക്കുന്നത്. ജിന്നുകൾക്ക് മനുഷ്യരൂപം പ്രാപിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ അതേ രൂപത്തിൽ ജിന്നിന് ഖരീൻ എന്ന് പറയുന്ന ജിന്നിന് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കഴിയും. അങ്ങനെയൊക്കെ സംഭവിക്കും. വമാ തിൽക ബിയമീനിക യാ മൂസ. ജിന്നിൻ്റെ കഥ പറഞ്ഞാൽ പലർക്കും ഉറക്കം വരില്ലെന്ന്. വമാ തിൽക ബിയമീനിക യാ മൂസ. മുസനബിയെ, അങ്ങയുടെ കയ്യിലുള്ളത് എന്താണ് മുസനബിയെ? ഖാല ഹിയ അസ്വായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖറ. ഖാല അൽഖിഹാ യാ മൂസ ഫഅൽഖാഹ. സയ്യിദുന മൂസ അലൈഹിസ്സലാം ആ വടി അവിടെ താഴെയിട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അല്ലാഹു മൂസ അലൈഹിസ്സലാമിന് ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ വടിയെ ഒരു വൃക്ഷമാക്കി മാറ്റിയെന്ന് വിചാരിക്കുക. ഈ വടി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അതിനെ ഒരു വൃക്ഷമാക്കി മാറ്റലാണ് ശരിക്കും എളുപ്പം. അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് അതിനെ മാറ്റുക. അങ്ങനെയാണെങ്കിൽ ആ വൃക്ഷം അത് അവിടെ തന്നെ നിലനിന്ന് പോകും. മുസനബിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടൂല. ഒരു വൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വൃക്ഷം തോളിച്ചു കൊണ്ടെടുക്കാൻ പറ്റുമോ? സയ്യിദുന മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു എല്ലാറ്റിനും ഖാദിറാൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ആ ഒരു ആശയം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ബോധിപ്പിക്കുകയാണ് അല്ലാഹു തആല. അതുകൊണ്ട് ജീവനില്ലാത്ത ഒരു വടിയെ ജീവനുള്ളൊരു വൃക്ഷമാക്കി മാറ്റലല്ല, ആ വടിയെ ജീവനുള്ള ഒരു സർപ്പമാക്കി, പാമ്പാക്കി മാറ്റുകയാണ്. അതായത് ജമാദിൽ നിന്ന് അള്ളാഹു ഹയാത്ത് കൊണ്ടുവരികയാണ്. ജീവനില്ലാത്തൊരു സാധനത്തിന് ജീവൻ കൊടുക്കുകയാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത സാധനത്തിന് ബ്ലഡ് കൊടുക്കുകയാണ്. കണ്ണും മൂക്കും കൊടുക്കുകയാണ്. ശ്വാസം കൊടുക്കുകയാണ്. അനക്കം കൊടുക്കുകയാണ്, ഹറക്കത്ത്. ഇതെല്ലാം ജീവനില്ലാത്തൊരു സാധനത്തിൽ നിന്ന് നൽകാൻ അള്ളാഹുവിന് കഴിയുന്നു. അതാണെങ്കിലോ തിന്നുന്നു, വിഴുങ്ങുന്നു, ഇതൊക്കെ ചെയ്യുന്നുമുണ്ട്. പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ പിടിച്ചു കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതൊരു മഹാത്ഭുതമാണ്. ഇത് അൽ മുഅ്ജിസത്തുൽ കുബ്ര. ഇത് വലിയ മുഅ്ജിസത്താണ്. ആ ഒരു മുഅ്ജിസത്തിനെ ബോധിപ്പിക്കുന്നുണ്ട് അല്ലാഹു തആല പറയാ, മൂസ നബിയെ വലിയ ഫീഹാ മആരിബ് ഉഖറ, എനിക്ക് വേറെയും ഉപകാരങ്ങളുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹറക്കത്തുൽ ഹയ, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഇബാദത്തിനും നിങ്ങളുടെ ഭക്ഷണത്തിനും തണലിനും. മൂസ നബി അലൈഹി സ്വലാം ആ വടി തണലായി കുത്തിവെച്ചാൽ അതിൻ്റെ മേൽഭാഗം 2 ഇതളുകളായി മാറുകയും അതിൻ്റെ മീതെ തുണി വിരിച്ചുകൊണ്ട് മൂസ നബി കിടന്നുറങ്ങാറുണ്ടായിരുന്നു നാം മരുഭൂമിയിൽ. അങ്ങനെ വലിയ ഉപകാരങ്ങളുള്ള ഒരു വടിയാണത്. വലിയ ഫീഹാ മആരിബ് ഉഖറ. ആ ഉപകാരങ്ങളല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി നിങ്ങളറിയാത്ത വലിയ ഉപകാരങ്ങൾ മുഅ്ജിസത്തായി ഞാൻ ഈ വടിയെ മാറ്റിത്തരാൻ പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബി അലൈഹി സ്വലാമിനെ ശക്തിപ്പെടുത്തുകയാണ്. ഖാല ഖുദ്ഹാ വലാ തഖഫ്. പേടിക്കരുത് മൂസ നബിയെ, പേടിക്കരുത്. കാരണം ഫിർഔന്റെ മുമ്പിൽ ആദ്യം ചെന്നിട്ടത് ചെയ്യുകയാണെങ്കിൽ മൂസ നബി പേടിച്ചു പോകും. അത് അല്ലാഹു തആല ട്രയൽ കൊടുക്കുകയാണ്. അവിടെ ഹയ്യത്താണ്, ചെറിയൊരു പാമ്പാണ്, വലിയ സർപ്പമല്ല. അതുകൊണ്ട് മൂസ നബിയെ പിടിച്ചോളൂ. സനുഈദുഹാ സീറതഹൽ ഊല. അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് നാം അതിനെ മാറ്റും. അതായത് വടിയായിട്ട് നാം അതിനെ മാറ്റും. അതുകൊണ്ട് പിടിച്ചോളൂ. ഇതൊരു ട്രയലാണ്. ഇങ്ങനെ ഒരു ട്രയൽ അവിടെ നടന്നിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ സയ്യിദുന മൂസ അലൈഹി സ്വലാം ഒന്ന് പതറിപ്പോയേക്കും ഫിർഔന്റെ മുമ്പിൽ. പടച്ചോനെ, ഈ സാധനം നീ പിടിച്ചാൽ കിട്ടുമോ? കാരണം ഇത് അങ്ങ് ഇളകുകയും ചെയ്തു, ഇതങ്ങ് സർപ്പമായി മാറുകയും ചെയ്തു. ഇനി ഇതിനെ പിടിച്ചാൽ കിട്ടാണ്ടായി എന്തായി പോകും? പേടി വേണ്ട, ലാ തഖഫ്, പേടിക്കണ്ട. സനുഈദുഹാ സീറതഹൽ ഊല. വളുമും യദക ഇലാ ജനാഹിക തഖ്റുജ് ബൈദാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റാ. വളുമും യദക ഇലാ ജനാഹിക. ജനാഹ് എന്ന് പറഞ്ഞാൽ എന്താ ജനാഹ്? വിങ്സ്. ഫ്ലൈറ്റിൻ്റെ വിങ്ങിനൊക്കെയാണ്, പക്ഷികളുടെ വിങ്സിനൊക്കെ ജനാഹ് എന്ന് പറയാം. അജ്നിഹ, വിങ്സ്, ചിറക് എന്നാണ് ജനാഹിൻ്റെ അർത്ഥം. അത് പക്ഷികൾക്കുള്ള സാധനമാണ്. മനുഷ്യൻ്റെ ചിറക് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ കൈയാണ്. അത് ചിറകിൻ്റെ സ്ഥാനത്താണ്, അല്ലേ? ചിറകിൻ്റെ സ്ഥാനത്താണ്. അബ്ബാസ് ഇബ്നു ഫർനാസ് എന്ന് പറയുന്ന ഒരു മുൻകാല അറേബ്യൻ സയൻറ്റിസ്റ്റ്, അബ്ബാസ് ഇബ്നു ഫർനാസ് ആദ്യം പറന്ന ആളാണ്. നമ്മൾ മുമ്പ് എന്താ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അബ്ബാസ് ഇബ്നു ഫർനാസ്. ഒരു കയ്യമ്മ ഒരു
കുറേ ഫെദറുകളും കുറേ ഇലകളൊക്കെ വെച്ചിട്ട് അദ്ദേഹം കയ്യിലൊരു ഒരു 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 ചിറക് ഉണ്ടാക്കിയിട്ട് ഒരു ക്ലിഫിൽ നിന്ന് ഒരു ക്ലിഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പാറയുടെ എഡ്ജിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നേരെ താഴേക്ക് അങ്ങോട്ട് അങ്ങനെ മൂപ്പർ അവിടെ നിന്ന് ഒന്ന് പാറ നോക്കിയ ആളാണ് ആദ്യമായിട്ട്. 14-ാം നൂറ്റാണ്ടുകാരൻ അബ്ബാസ് ഇബ്നു ഫർനാസ്. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഹി വാസ് ഫാസിനേറ്റഡ് ദാറ്റ് മാൻ ഷുഡ് ബി ഏബിൾ ടു ഫ്ലൈ. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി ഒരു ചിറകൊക്കെ ഉണ്ടാക്കി പറന്നാലോ. പക്ഷെ അദ്ദേഹം ലാൻഡിങ് ചെയ്യാൻ പറ്റിയില്ല, കാരണം വാലില്ലാണ്ട് പോയി. ഫ്ലൈറ്റിന് വാലുണ്ടല്ലോ, ഈ വാലില്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ടെയില് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. കാലുകൊണ്ടല്ലേ ഇപ്പോൾ അപ്പോൾ പറക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ കാല് താഴേക്കാണ് വരിക. ശരിക്കും വിങ്, അത് വാല് ടെയിൽ എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തിന് ഘടിപ്പിക്കാൻ മറന്നുപോയി. അത് ഐഡിയയിൽ ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം താഴെ വീഴാൻ ഉണ്ടായത്. പിന്നെ എല്ലാവരും പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു എന്നതാണ് ചരിത്രത്തിൻ്റെ ഭാഗമായത്. ഒരു മനുഷ്യൻ അങ്ങനെ പറക്കാൻ ആഗ്രഹിച്ചല്ലോ. നോക്കണം, ഇതൊക്കെ ലതർക്കബുന്ന തൊബഖൻ അൻ തൊബഖ്, നിങ്ങൾ മെല്ലെ മെല്ലെ പുരോഗതിയിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാൻ കാരണം അതാ. ആദ്യം തന്നെ iPhone 20 ഒന്നും ഇറങ്ങൂല. ആദ്യം iPhone 1, 2, 3 അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ സാംസങ് നോട്ട്, എനിക്ക് ഓരോ ഇതുണ്ടല്ലോ. ഈ സാംസങ്ങേരൊന്നും വിചാരിച്ചോണ്ട, ഓരോന്നും അഡ്വാൻസിങ് ആണ്. മെല്ലെ മെല്ലെ മെല്ലെയാണ് മുന്നോട്ട് വരിക എന്നാണ്. എല്ലാം പെട്ടെന്ന് അള്ളാഹു കൊടുക്കാൻ പറ്റൂലേ മനുഷ്യന് ഒറ്റയടിക്ക്? ഭയങ്കര സൂപ്പർ സോണിക് വിമാനമൊക്കെ ഒറ്റയടിക്ക്. എന്തിനാ റൈറ്റ് ബ്രദേഴ്സൊക്കെ ആ ചെറിയ സാധനം കണ്ടുപിടിച്ചത്? ആദ്യകാലത്തെ കണ്ടുപിടിച്ച ഫ്ലൈറ്റ് 3 ദിവസം എടുത്തിട്ടുണ്ടെന്ന്, ഭൂമി മൊത്തം കറങ്ങാൻ 3 ദിവസം എടുത്തു. ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകുന്ന ഫ്ലൈറ്റുകൾ ഉണ്ട്. പക്ഷേ അത് ലാൻഡ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബിൽഡിങ്ങുടെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്താൽ. മുമ്പ് ഉണ്ടായിരുന്നു, ഓപ്പറേറ്റ് ചെയ്തിരുന്നു പാസഞ്ചർ ഫ്ലൈറ്റുകൾ, കുറച്ചും കൂടെ ഫാസ്റ്റായത്. ഇപ്പോൾ പോകുന്ന ഫ്ലൈറ്റിനേക്കാളും ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഫ്ലൈറ്റുകൾ മനുഷ്യന് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റും, മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ സേഫ്റ്റിയും ശബ്ദമലിനീകരണങ്ങളും അതിൻ്റെ ഫ്യൂവൽ കൊണ്ടുണ്ടാകുന്ന എയർ പൊല്യൂഷനും ഒക്കെ കണ്ടുകൊണ്ടാണ്. ഏതായിരുന്നാലും വളുമും യദക ഇലാ ജനാഹിക്, ജനാഹ എന്ന് പറഞ്ഞാൽ വിങ്, മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ല്, നിന്റെ താഴ്മയുടെ വിനയത്തിൻ്റെ ചിറക് മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണം. ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറക് കൊണ്ട് കൂട്ടിപ്പിടിക്കും, കോഴിക്കുഞ്ഞുങ്ങളെ കോഴി കൂട്ടിപ്പിടിക്കുന്ന പോലെ. ആ ചിറക് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത് ചിറക് താഴ്ത്തിക്കൊണ്ടാണ്. അല്ലാഹു തആല പറയണ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിൻ്റെ മാതാപിതാക്കളോട് നീ റഹ്മത്ത് ചെയ്യണം, അവരോട് കരുണ ചെയ്യണം. കാരണം അവർ ഒരു യൗവനം കഴിഞ്ഞവരാണ്. അവർ നിന്നെക്കാളും സ്പീഡിൽ ഓടിയവരും ചാടിയവരൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ കാലുകൊണ്ട് വയ്യ, പൂരയ്ക്ക് വയ്യ. അവർ കോണികളൊക്കെ, നമ്മളിപ്പോഴത്തെ കോണിയല്ല, പണ്ടത്തെ കോണി എന്നൊക്കെ പറയാൻ നേരെ കുത്തനെയാണ്. നേരെ കുത്തനെ കയറുന്ന മരത്തിൻ്റെ കോണികളല്ലേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അതൊക്കെ കയറുന്ന പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പോൾ കയറാൻ കഴിയുമോ? അതൊക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ കയറിറങ്ങിയവരായിരിക്കാം. പക്ഷേ ഇപ്പം അവരെ കൊണ്ട് വയ്യ. ഇപ്പം ബാത്റൂമിലേക്ക് അവരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകണം. അവരൊരുപാട് കഥ പറഞ്ഞു തന്നവരാണ്, ഒരുപാട് തമാശ പറഞ്ഞവരാണ്, അവർ ചിരിച്ചവരാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് മെമ്മറി ഇല്ല, അൾഷിമേഴ്സ്, അവർക്ക് പിന്നെ മെമ്മറി ലോസ് സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് നീ റഹ്മത്തിൻ്റെ നിൻ്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം, കരുണ ചെയ്യണം. ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടാനൊക്കെ തോന്നും അവർ പറയുന്നതും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ, അല്ലേ? നിങ്ങളുടെ വൃത്തിയുള്ള വീടൊക്കെ ചിലപ്പോൾ വൃത്തികേടാക്കിയെന്ന് വരും. ടോയ്ലറ്റൊന്നും ഫ്ലഷ് ചെയ്യാൻ അവർക്ക് ഓർമ്മ ഉണ്ടായില്ല എന്ന് വരും, മറന്നുപോരും. ചിലപ്പോൾ ടോയ്ലറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോകും. അതൊന്നും അവർക്ക് അറിയാത്തത് കൊണ്ടും അവരെ കൊണ്ട് കഴിയാത്തത് കൊണ്ടുമാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർ രണ്ടുപേർക്കും നിൻ്റെ കരുണയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കണമേ. വഖുൽ, അള്ളാഹിനോട് പറയണം, റബ്ബി, എൻ്റെ പടച്ചവനെ, ഇർഹംഹുമാ, അവർ രണ്ടാളോടും കരുണ ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറ, അവരെന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയവരാണ്. അതുകൊണ്ട് എന്നെ വളർത്തിയവരാണെന്ന കാരണം കൊണ്ട് എൻ്റെ ചെറുപ്പത്തിനോട് കരുണ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. അവരിതിനെ വളർത്തിയില്ലേ, അത് മതി. അവർ നമുക്ക് വായിലേക്ക് അന്നവും വെള്ളവും തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ദാഹിച്ചും വിശന്നും മരിച്ചു പോയേനെ. അവർ നമുക്ക് അന്നവും വെള്ളവും തന്നില്ല, നമ്മൾ സർവൈവ് ചെയ്തില്ലേ, അത് മതി. അതിനു പകരം നീ റഹ്മത്ത് ചെയ്യണേ.
അപ്പോൾ അതിലേറെ കരുണയും സ്നേഹവും താലോലവും തന്ന് വളർത്തിയ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് എത്രയധികം റഹ്മത്ത് അവർ അർഹിക്കുന്നുണ്ട്. നിന്റെ ജന്മത്തിന് കാരണമായി നിന്റെ ബയോളജിക്കൽ റീസൺ അവരാണ്. അതുകൊണ്ട് അവരോട് നീ കരുണ ചെയ്യണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ജനാഹ് എന്ന് പറയുന്നതാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിന് മറ്റൊരു ദൃഷ്ടാന്തം കൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇവിടെ. ഒന്ന് ആ വടിയാണ്, അത് താഴിടുമ്പോൾ സർപ്പമായി മാറുന്നു. രണ്ടാമത്തേത് വദ്മും യദക ഇലാ ജനാഹിക്, മുസനബിയെ നിങ്ങളുടെ കൈ നിങ്ങളുടെ കക്ഷത്തിലേക്ക് വെക്കുക. ജനാഹ് എന്ന് ഉദ്ദേശിച്ചത് കക്ഷമാണ്, ആംപിറ്റ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുനനുൽ ഇബ്രാഹിമിയ, സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യമായി വന്ന ചില സുന്നത്തുകളെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നുണ്ട്. സുനനുൽ ഫിത്ര എന്ന് അതിന് പറയാം. അതിൽ നത്ഫുൽ ഇബ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ ആംപിറ്റ്, മനുഷ്യൻ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അവിടെ പിന്നെ ഹെയർ ഗ്രോ ചെയ്യും. അത് നെത്ഫ് ചെയ്യുക എന്നാണ് പറയാം. നെത്ഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പ്ലക്ക് ചെയ്യുക എന്നാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് അറിയാം. ആംപിറ്റ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നും, അതിപ്പോൾ എന്താ സാധനം ഉണ്ടല്ലോ, എന്താ പറ്റിച്ചിട്ട് പറിച്ചെടുക്കണേ, എന്താ വാക്സ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ശരിക്ക് അത് ഇബത്തിനെ സംബന്ധിച്ച്, ആംപിറ്റിനെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. മീശൊക്കെ വെട്ടണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആംപിറ്റ് പറഞ്ഞത് നിങ്ങൾ അത് പ്ലക്ക് ചെയ്യണം എന്നാണ്, അതായത് വാക്സ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ വാക്സ് ചെയ്യാൻ നിന്നാൽ ബോധം പോകും. അത് ആ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് ഈസി ആയിട്ട് മാറും. ആ ഒരു ഹെയർ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനും ദുർഗന്ധം വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. തങ്ങൾ അതുവരെ നമുക്ക് പഠിപ്പിച്ചു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ സലൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ചോദിക്കുക, അവരതാ ചെയ്യുന്നത്, അതാ ചെയ്തു കൊടുക്കുന്നത്, വാക്സ് ചെയ്യലാണ്. അതാണ് ഇബ്ത്ത് എന്ന് പറയാം. അതിനെയാണ് ഇവിടെ ജനാഹി എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചത്. വദുമും യദക ഇലാ ജനാഹിക, അങ്ങയുടെ ജനാഹിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൈവെക്കുക എന്ന് പറഞ്ഞു. വദുമും യദക, ആ കയ്യിനെ ചുരുട്ടിപ്പിടിക്കുക, ഇങ്ങനെ ജനാഹിലേക്ക് വെക്കുക. തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റാ. ഇത് മൂസ നബിയെ മറ്റൊരു ആയത്താണ്, മറ്റൊരു ദൃഷ്ടാന്തമാണ്. നിങ്ങളത് ആംപിറ്റിൽ നിന്ന്, കക്ഷത്തിൽ നിന്ന് കൈയെടുത്തു കഴിഞ്ഞാൽ ആ കൈ അതിശക്തമായി പ്രകാശിക്കുന്നു, വെളുത്ത നിറമായി കത്തിത്തിളങ്ങുന്നു. മിൻ ഗൈരി സൂഇൻ, മോശപ്പെട്ട തരത്തിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ടല്ല. അത് പറയാൻ കാരണം സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാം കറുത്ത ആളായിരുന്നു. കറുത്ത ആള് നല്ല ഒരു തവിട് നിറമുള്ള ആളായിരുന്നു. അങ്ങനെ പറയുമോ? ഖാന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദമു കഅന്നഹു മിൻ റിജാലി ശനൂഅ. മൂസ നബി അലൈഹിസ്സലാം ശനൂഅ ഗോത്രക്കാരനെ പോലെയുണ്ട്. ആദമു, ആദം എന്ന വാക്കിൻ്റെ അർത്ഥം വെളുത്ത തൊലിയല്ല, കറുപ്പും വെളുപ്പും, എന്നാൽ ഒരൽപ്പം കറുപ്പ് കൂടിയത്. വെളുപ്പുണ്ട് എന്നൊക്കെ നമ്മൾ കേരളക്കാരൊക്കെ അങ്ങനെയല്ലേ പറയാം. കറുത്തവരെന്ന് പറയാനും വയ്യ, എന്നാൽ വെളുത്ത അങ്ങനെയും പറയാൻ വയ്യ, നമ്മളതിൻ്റെ ഇടക്കാണ്. ആദം എന്നാണ് ആ തൊലി നിറത്തിന് അറബിയിൽ പറയാ. ആദം അലൈഹി സ്വലാമിന് അള്ളാഹുവിന്റെ പേര് അതാണ്, ആദം. ആദം നബി അങ്ങനെ ആയിരുന്നോ നമുക്കറിയില്ല കേട്ടോ. മൂസ നബിയെ കുറിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു കാന ആദമു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ആദ്യമേ തൊലി വെളുത്ത ആളാണെങ്കിൽ കയ്യിൻ്റെ പ്രകാശം കാണുമ്പോൾ ഓക്കെ, അത് മാച്ച് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് മൂസ നബി അലൈഹി സ്വലാം കറുത്ത ആളാണ്, ഒരു തൊലി നിറം മങ്ങിയ ആളാണ്. മഹാനവറുകളുടെ കയ്യിൽ നിന്ന് അത് കാണുമ്പോൾ ഇത് വെള്ളപ്പാണ്ടാണെന്ന് തോന്നണ്ട. അതാണ് മിൻ ഗൈരി സൂഇൻ, അതായത് ഗൈറു ബറസ്വിൻ, ഇത് വെള്ളപ്പാണ്ടല്ല. ആയത്തൻ ഉഖ്റാ, പ്രകാശം എന്ന് പറയുന്ന ഇത് മൂസ നബി ഇസ്ലാമിൻ്റെ ആ ഒരു സ്കിൻ കളറിൽ ഇത് കാണുമ്പോൾ വെള്ളപ്പാണ്ടറ്റ് പിടിച്ചതാണോ എന്ന് തോന്നണ്ട, അതല്ല ഇത്. ആയത്തൻ ഉഖ്റാ, ഈ പ്രകാശം മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് നാം മൂസ നബിയെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ആയത്തൻ ഉഖ്റാ, മറ്റൊരു ദൃഷ്ടാന്തം. അപ്പം നേരത്തെ പറഞ്ഞ വടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആയത്തൻ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞില്ല. ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തേത് ഒരു ദൃഷ്ടാന്തമാണ് എന്ന് അതുകൊണ്ട് തന്നെ തെളിഞ്ഞു. അതാണ് ഖുർആന്റെ ഈജാസ്. ഖുർആൻ ചുരുക്കി പറയാന്ന് പറയും. അതായത് രണ്ടിടത്തും ദൃഷ്ടാന്തമാണ് എന്ന് പറയേണ്ടി വന്നില്ല. ആദ്യത്തേത്
വടി ഫഇദാ ഹയ്യത്തുൻ തസ്ആ, അത് അത് പാമ്പായിട്ട് മാറുന്നു. ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊല, പിടിച്ചോളൂ, അത് പഴയ രൂപത്തിലേക്ക് മാറും, പേടിക്കണ്ട. ഇനി കൈ ഇവിടെ വെച്ചോളൂ, അതിതാ വെളുത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അത് വെള്ളപ്പാണ്ടിന്റെ പ്രകാശമായിട്ടല്ല ഇത് നിങ്ങൾക്ക് നൽകുന്ന ദൃഷ്ടാന്തം, ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. മറ്റൊരു ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദൃഷ്ടാന്തം ആകുമ്പോഴല്ലേ ഇത് വേറൊന്നാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വേറെ കുട്ടിയാണെന്ന് പറയുമ്പോൾ ആദ്യം വേറെ കുട്ടി വേണ്ട, ഒരു കുട്ടി വേണ്ട, എപ്പോഴല്ലേ ഇത് വേറെ മറ്റേ കുട്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ആയത്തൻ ഉഖറ. അതുകൊണ്ട് അള്ളാഹു ഇതൊരു ആയത്താണ് എന്ന് അവിടെ പറഞ്ഞില്ല. രണ്ടാമത്തെ എഴുത്ത് ആയത്തൻ ഉഖറ, ദിസ് ഈസ് അനദർ മിറക്കിൾ, ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞു. എന്തിനെന്നറിയോ? ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ മുസനബിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഫറോവയുടെ മുമ്പിൽ വലിയൊരു മഹാത്ഭുതം നടക്കാൻ പോവാണ്. ഫറോവയെ നിങ്ങൾ തോൽപ്പിക്കാൻ പോവാണ്. ആ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇനി കാണാനിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ഈജിപ്ത് കണ്ട ഏറ്റവും വലിയ മജീഷ്യന്മാരുടെ മാമാങ്കമാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്നത്. മൂസ നബി വിളിച്ചു കൂട്ടിയത് ഈജിപ്തിലുള്ള സർവ്വ സാഹചര്യങ്ങളോടെ വന്നിട്ടുണ്ടെന്ന്. ഈജിപ്ത് വലിയൊരു സംസ്കാരമുള്ള നാടാണ്. വലിയ സംസ്കാരവും വലിയ പഠനവും ഗവേഷണവും ഇൽമും അറിവും ജ്ഞാനവും അവരുടെ ആ ഒരു ഈജിപ്റ്റോളജി, ആ കല്ലുകളിലൊക്കെ എഴുതി വെച്ചത് ഭയങ്കര അത്ഭുതമല്ലേ? ഭയങ്കര അത്ഭുതമാണ്. പിരമിഡുകളും അവിടുത്തെ രാജാക്കന്മാരുടെ ശവപ്പെട്ടികളും അതിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള എഴുത്തുകളും. ഈജിപ്തിൻ്റെ ലിപിക്കൊരു പേരുണ്ടല്ലോ, എന്താ പറയുക, ഒരു ചിത്രങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും പല ചെടികളും ഇതൊക്കെ വെച്ചിട്ടൊരു മനോഹരമായ ലാംഗ്വേജ് ഉണ്ട്. അതാണ് ഈജിപ്റ്റോളജിസ്റ്റുകൾ വായിച്ചെടുക്കുന്നത്. അതിൽ നിന്നാണ് ആ രാജാക്കന്മാരുടെ പേരും അവരുടെ സംസ്കാരവും അത് ഏത് നാട്ടുകാരാണ്, എന്ന് മരിച്ചുപോയി, എങ്ങനെ മരിച്ചുപോയി, ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് ആ ലിപിയിൽ നിന്നാണ്. ആ ലിപി അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ലോകത്തെ ചരിത്രം ഉണ്ടാവുമോ? ഞാൻ എപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്. കാരണം അന്ന് ഇത് ഒരു പെയ്ഡ് സർവീസ് അല്ല. ജനങ്ങൾ അന്ന് പാറകളിലും ലെതറുകളിലും തോലുകളിലും മറ്റു ഭൂമിയുടെ സർഫേസുകളിലൊക്കെ അവർ എഴുതി. ആരെഴുതാൻ പറഞ്ഞു? എഴുതിയിട്ട് അവർക്ക് ജോലി കിട്ടുമോ? അതുകൊണ്ട് ശമ്പളം കിട്ടുമോ? ഒന്നുമില്ല. അവർക്ക് ഭക്ഷണം കിട്ടാത്ത കാലമല്ലേ അത്. ഇതൊക്കെ എഴുതാൻ എത്ര കാലെടുക്കും? ഒരു തീം എഴുതി പൂർത്തിയാക്കുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം വേണ്ടേ? അവരുടെ പ്രൈമറി നീഡ്, അവരുടെ ജീവൻ നിലനിർത്താനുള്ള ആവശ്യം നിർവഹിക്കേണ്ട സമയം അവരിത് എഴുതാൻ ചെലവഴിച്ചു. ഇപ്പം നിങ്ങൾ അല്ലുലയിൽ പോയാൽ സൗദി അറേബ്യയിൽ മദായിൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന അവിടെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാം. അതിന് പ്രയാസമൊന്നുമില്ല. അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനോ അവിടെ ഒരു നൈറ്റ് ക്ലബ്ബോ അല്ലെങ്കിൽ അവിടെ ഒരു രാത്രി കടന്നുറങ്ങലോ അങ്ങനെ ആനന്ദിക്കലോ അതൊന്നും നമ്മൾ നിയത്ത് ചെയ്യുക, അതിന് പോവുക വേണ്ട. പക്ഷേ നമുക്കവിടെ പഠിക്കാനുണ്ട്. അവിടെ ഗവൺമെൻറ് സർവീസും അവരുടെ സ്റ്റാഫും അവരുടെ ഗൈഡുകളും ഒക്കെ ബസ്സിൽ കയറ്റിയിട്ട് ഓരോരോ മലകൾ തുറന്നുണ്ടാക്കിയ വീടുകൾ ഓരോന്നിൻ്റെയും സംസ്കാരവും അതിൻ്റെ ചരിത്രവും ഒക്കെ പറഞ്ഞുതരും. അത് പഠിക്കണം, അതറിയാനുള്ളതാണ്. പഠിക്കാൻ വേണ്ടി പോകാം, അതിനൊരു പ്രയാസമില്ല. പഠിക്കണം, ഇബ്രത്തിന് വേണ്ടി പോകണം എന്നാണ്. പഠിക്കാൻ വേണ്ടി പോകണം, എന്തിനല്ല, എൻ്റർടൈൻമെൻറ്റിന് പോവല്ല. അത് നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. പഠിക്കാൻ വേണ്ടി പോകണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ പാറകളിൽ എഴുത്തുണ്ട്. ആ എഴുത്തുകൾ നമ്മൾ കുറേ അങ്ങനെ ചെറിയ ചെറിയ വഴികളിലൂടെ നടന്നു പോയ അങ്ങനെ പാറകളിൽ പല പല എഴുത്തുകളും പല ലിപികളും പല തരത്തിലുള്ള മൃഗങ്ങളുടെ രൂപങ്ങളും വിചിത്രമായ മനുഷ്യൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മൃഗങ്ങളുടെ രൂപങ്ങളും പക്ഷികളും മനുഷ്യരും ഒരുമിച്ച് ചേരുന്ന ചിത്രങ്ങളും അങ്ങനെ ഒരുപാടുണ്ട്. അതിനൊക്കെ മീനിങ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ പുരാതന മനുഷ്യർ BC 5000-ലും 6000-ലും ഒക്കെ എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ പടച്ച റബ്ബേ, എന്തിനായിരിക്കും ഇവർ എഴുതി വെച്ചിട്ടുണ്ടാവുക? ഒന്നിനുമല്ല. അല്ലമ ബിൽ ഖലം, മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. അവർ എഴുതിയില്ലായിരുന്നുവെങ്കിൽ നമ്മിലേക്ക് ചരിത്രം കിട്ടൂല. പാസ്റ്റ് ഇല്ലാണ്ടായി പോവില്ലേ? നമുക്ക് കഴിഞ്ഞൊരു കാലത്തെക്കുറിച്ച് ആക്സസ് ഇല്ലാണ്ടായി പോവില്ലേ? കഴിഞ്ഞൊരു കാലത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് നമ്മുടെ പ്രസൻറ്റ് നമുക്ക് അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. വരാൻ പോകുന്ന ഡേഞ്ചറുകളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചരിത്രവും അതുപോലെ തന്നെ കഴിഞ്ഞ കാല അനുഭവങ്ങളും മനുഷ്യൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ആവശ്യമാണ്.
എല്ലാവരും ഒരു പൊട്ടക്കിണറ്റ് പോയി വീഴേണ്ട ആവശ്യമുണ്ടോ? എണീറ്റ് പോരാൻ ആദ്യമേ പഠിച്ചാൽ പോരാ. അവിടെ കിണറുണ്ട്, അവിടെ വീഴാൻ സാധ്യതയുണ്ട്, ആ വഴിക്ക് പോകണ്ട. എല്ലാവരും പോയി വീണിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് മുൻകാല ചരിത്രം അങ്ങനെയാണ്. അബദ്ധങ്ങളും തെറ്റുകളും പിഴവുകളും ഒക്കെ മനുഷ്യരെ തിരുത്താനുള്ള വലിയൊരു പുസ്തകമാണ് കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്. ഈജിപ്തുകാരാണ് ഏറ്റവും കൂടുതൽ എഴുതി വെച്ചത്. അവരാണ് ലിപികളുണ്ടാക്കി. അവരുടെ എൻജിനീയറിംഗ് അപാരമാണ്. ഇന്നും പിരമിഡുകൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മാർവലസ് പീസ് ഓഫ് എൻജിനീയറിംഗ്. എങ്ങനെ അവരൊക്കെ അത് കണക്ക് വെച്ച്. ഇന്നൊക്കെ നമുക്ക് എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഒരു വീടുണ്ടാക്കി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ വാവ് എന്ന് പറയും. ഞാൻ ചിന്തിക്കാറുണ്ട്, പഠിച്ചോനെ പുരാതന മനുഷ്യന്മാർക്കൊക്കെ അത് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. അന്ന് ഒരു ടെക്നോളജി ഇല്ലല്ലോ കയ്യിൽ. തുർക്കിയിലെ അയാ സോഫിയ മസ്ജിദ് ഉണ്ട്. അയാ സോഫിയ അറിയില്ല? അയാ സോഫിയ, ഹഗ സോഫിയ എന്നാണ് എഴുതുക, പക്ഷെ വായിക്കുമ്പോൾ അയാ സോഫിയ എന്നാണ് വായിക്കുക. ഹോളി വിസ്ഡം, പരിശുദ്ധമായ വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി, യുക്തി. പരിശുദ്ധമായ യുക്തിബോധം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അയാ സോഫിയ എന്ന് പറഞ്ഞാൽ ഹോളി വിസ്ഡം എന്നാണ്. ആ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയ പള്ളിയാണ്. തങ്ങൾ നുബുവത്തുമായി വരുന്നതിൻ്റെ ഒരു 200 കൊല്ലം മുമ്പ് ആ ക്രിസ്തീയ ദേവാലയം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ ഹൈറ്റും. ഓരോ ഒരു മാർബിളിൻ്റെ പീസ് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ റൂഫ് വരെയൊക്കെയുള്ള പീസുകളുണ്ട്, സിംഗിൾ പീസുകൾ അല്ലേ. അതിൻ്റെ വണ്ണം വലുപ്പം, യാ അല്ലാ, 2-3 ആളൊക്കെ പിടിക്കേണ്ടി വരും ആ മാർബിൾ പീസ്. അത് ഇവിടെ നിന്ന് ഗ്രീസിൽ നിന്നോ ഇറ്റലിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ല, തുർക്കിയിൽ മാർബിളില്ല. അവർ എങ്ങനെ അത് ട്രാൻസ്പോർട്ട് ചെയ്തു? അതും ഒരു പീസിന് ക്രാക്ക് വന്നാൽ ആ പീസ് മുഴുവൻ ഒഴിവാക്കണം. കൊത്തുപണി ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ പീസ് മുഴുവൻ പോയി. അത്രയും ഹൈറ്റിൽ അതിൻ്റെ റൂഫിങ്ങും അതിൻ്റെ ഡോമുകളൊക്കെ കാണണം, അതിൻ്റെ മുനാരങ്ങളൊക്കെ. ആ ചെയ്തു വെച്ച പെയിൻറ്റിങ് ഇപ്പോഴും ഉണ്ട്. അതാണ് അത്ഭുതം. പക്ഷേ ആ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ആ രാജ്യത്തുകാർ ചെയ്തൊരു നന്മ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ മുഴുവനായിട്ട് അന്ന് ഉസ്മാനി ഭരണകൂടത്തിൻ്റെ കാലം, ഉർത്തുഗൽ ഗാസിയുടെയും ഉസ്മാൻ ഗാസിയുടെയും കാലഘട്ടം, ഉസ്മാൻ റളിയല്ലാഹു അല്ല, ആ കാലഘട്ടത്തിൽ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ ചർച്ച് മുസ്ലിം പള്ളിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതാണ് സംഭവിച്ചത്. കാരണം അവിടെ പിന്നെ ക്രിസ്തീയ ദേവാലയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അത് മുസ്ലിം പള്ളിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. പക്ഷേ അവർ ചെയ്ത നന്മ നോക്കണം. അവിടെ യേശുക്രിസ്തുവിൻ്റെ ചിത്രം, അല്ലെങ്കിൽ ഈസാ നബിയുടെ, മറിയം ബീവിയുടെ ഒക്കെ ചിത്രങ്ങൾ പള്ളിയുടെ മുകളിൽ ഇപ്പോഴും ഉണ്ട്. മെഹ്റാബിൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? അതിങ്ങനെ ഒരു വൈറ്റ് ഷീറ്റ് കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക. അതിൻ്റെ താഴെ മെഹ്റാബ്. അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കി കളഞ്ഞുകൂടായിരുന്നോ? ഉസ്മാനികൾ അതിന് മിമ്പറ വെച്ചു കൊടുത്തു, പിന്നെ മുനാരങ്ങൾ വെച്ചു പുറത്ത്. പക്ഷെ ആ പള്ളിയുടെ ഉള്ളിൽ ചെയ്തു വെച്ച ആ പെയിൻറ്റിങ് അവർ മാറ്റിയില്ല. എന്തിനെന്നറിയോ? ആ ചരിത്രം അങ്ങനെ തന്നെ കിടക്കട്ടെ. നമ്മളെന്തിനാ ചരിത്രത്തെ മായ്ച്ചു കളയുന്നത്? മനുഷ്യന്മാരുടെ സംസ്കാരങ്ങൾ മാറി വരും, ചിന്തകൾ മാറി വരും. ഓരോ കാലഘട്ടത്തിലും അവർ ചെയ്തു വെച്ച നന്മകൾ ആ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിച്ചു നോക്കിയാൽ അത് അന്നത്തെ നന്മയാണ്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അവരത് ഇപ്പോഴും മായ്ച്ചിട്ടില്ല. ഇപ്പോഴതിനുള്ളിലേക്ക് ചെന്നത് കാണാൻ പറ്റും. മെഹ്റാബിൻ്റെ മുമ്പിൽ 3 വൈറ്റ് ഷീറ്റ് ഉണ്ട് അല്ലേ, ശരിക്കും ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയതിൻ്റെ ഉള്ളിലൂടെ കണ്ട പെയിൻറ്റിംഗ് ആണ്. ഇപ്പുറത്ത് ഉസ്മാൻ അല്ലാഹു, ഉമർ അല്ലാഹു, സയ്യിദ് അൽ ഹസൻ വൽ ഹുസൈൻ, അസ്മാഉൽ ഹുസ്ന ഒക്കെ കാണും. പക്ഷെ അതിൻ്റെ മേലൊക്കെ മലക്കുകളുടേത് എന്ന് പറയുന്ന ചിറകുള്ള മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ പള്ളിനുള്ളിൽ ഇപ്പോഴും കാണും. അവർ അത് മായ്ച്ചു കളഞ്ഞില്ല എന്നത് ഭയങ്കരമായ അവർ ചെയ്ത ചരിത്രത്തോട് ചെയ്തൊരു നീതിയാണ്. മറച്ചു വെക്കേണ്ട കാര്യമല്ല. ഇത് ക്രിസ്തീയ ദേവാലയമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ മനുഷ്യന് അല്ലാഹു തആല ചെയ്തു കൊടുത്ത വലിയൊരു കഴിവാണ്. ഇതൊക്കെ എഴുതി വെക്കാൻ കഴിയുക, രേഖപ്പെടുത്താൻ പറ്റുക. നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മളിപ്പോൾ നോട്ട് മേക്കിംഗ്, നമുക്കൊരു ഡയറി റൈറ്റിംഗ് ഒക്കെ നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും നമ്മൾ എഴുതി വെക്കാറുണ്ടോ? നമുക്ക് എത്ര എളുപ്പമാണ് ടൈപ്പ് ചെയ്യാൻ. പേനുണ്ട്, കീബോർഡുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ ചെയ്യുമോ? ഇന്നെൻ്റെ ക്ലാസ്സിൽ കുട്ടിയോട് ഞാനൊരു ടാസ്ക് കൊടുത്തപ്പോൾ നോട്ട്ബുക്കിൽ എഴുതാനാണ് ഞാൻ പറഞ്ഞത്, ഒരു സമ്മറി കൊടുത്തിട്ട്. അപ്പോൾ പറഞ്ഞു, സാർ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ ഞാൻ ടൈപ്പ് ചെയ്തതാ, ഞാൻ ഐപാഡിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. പറഞ്ഞു, ഐപാഡിന് അതിൻ്റേതായ ഗുണമുണ്ട്, ടൈപ്പിംഗ് അതിൻ്റേതായ ഗുണങ്ങളെ കൊണ്ട് ഒക്കെ ശരിയാണ്. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് സ്കിൽ അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് എനിക്കിത് ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് വേണ്ടത്.
അപ്പോൾ കുട്ടികൾക്ക് ടൈപ്പ് ഭയങ്കര ഫാസ്റ്റ്. അതായത് ഒരു 3 pages ഡോക്യുമെൻറ്റും 5 മിനിറ്റും ടൈപ്പ് ചെയ്യാം. കൗണ്ട് ഡൗൺ ചെയ്തോളൂ സാറേ, ഞാൻ എന്ത് ചെയ്യുക, അത്രയും പെട്ടെന്ന് ചെയ്തിരുന്നു. എനിക്കറിയാം അവൻ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ എഴുതാൻ മടിയാണ്. അപ്പോൾ പേന പിടിക്കാൻ അവൻ അറിയില്ല, അവന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സ്കിൽ അവൻ അറിയണം, അവർ പഠിച്ചെടുക്കണം. അല്ലമ ബിൽ ഖലം, മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ചരിത്രങ്ങളിൽ. നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും മുസ്ലിം പള്ളികളിലും മറ്റു ചരിത്ര സ്മാരകങ്ങളിലും എഴുത്തുകളും ലിപികളും ചിത്രങ്ങളും കൊത്തുപണികളും ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് പടച്ചോൻ ചെയ്യിപ്പിച്ചതാണ്. മനുഷ്യന് നൽകുന്ന ഒരു ഇൻസ്പിറേഷനാണ്. മനുഷ്യൻ ഇത് ചെയ്യണം. അത് അന്നത്തെ കാലത്ത് അതൊന്നും പെയ്ഡായിരിക്കണമെന്നില്ല. അവർക്ക് ഓരോരുത്തർക്കും തോന്നുകയാണ് ചരിത്രം രേഖപ്പെടുത്തണമെന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈജിപ്തുകാർ ഏറ്റവും വലിയ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എൻഗ്രൈവിങ്, കൊത്തുപണി ചെയ്യാനും കല്ലുകളിൽ എഴുതി വെക്കാനും ഒക്കെ അവർ പഠിച്ചതോടൊപ്പം തന്നെ മാജിക്, അവരുടെ വലിയൊരു കൺകെട്ട് വിദ്യകൾ ഈജിപ്തുകാർ കൈവശമാക്കിയ അവരുടെ അന്നത്തെ ഒരു ഇൽമായിരുന്നു അത്. കൺകെട്ട് വിദ്യകൾ, സാഹിറുകളുണ്ടായിരുന്നു ഭരണാധികാരികൾക്ക്. അവരുടെ ദേവാലയങ്ങളിൽ, അവരുടെ കൊട്ടാരങ്ങളിൽ മജീഷ്യന്മാർ അവരെ സേവ് ചെയ്തിരുന്നു, അവർക്ക് സേവനം ചെയ്തിരുന്നു. അതിൻ്റെ ഒരുപാട് തെളിവുകൾ നമുക്കിപ്പോൾ ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഫറോവമാരുടെ ശവകുടീരങ്ങളിൽ അവരുടെ സാന്നിധ്യത്തിൻ്റെ തെളിവുകൾ കാണാൻ കഴിയും. അത്തരം ചില അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ലിപികളൊക്കെ ഇപ്പോഴും അവിടെ ലഭ്യമാണ്. ആ സാഹിര്യങ്ങളെ മുഴുവനും വിളിച്ചു വരുത്താൻ വേണ്ടി പറഞ്ഞു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, ഒരു 10 ആളെ കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞത്. ഫറോവ, നിന്നെക്കൊണ്ട് കഴിയുന്ന മുഴുവൻ സാഹിര്യങ്ങളെയും മജീഷ്യന്മാരെയും കൊണ്ടുവന്നോളൂ. ഈജിപ്ത് എന്ന് പറയുന്നത് 100% ആ രാജ്യത്തിൻ്റെ ജിയോഗ്രഫിയിൽ 5% വരുന്ന സ്ഥലത്താണ് 99% ജനങ്ങൾ താമസിക്കുന്നത്. അതാണ് വലിയ അത്ഭുതം. ഈജിപ്ത് എന്ന നാടിൻ്റെ 5% നൈൽ നദിയുടെ സൈഡിലൂടെ പോകുന്നത്. അത് നൈൽ ഡെൽറ്റ എന്ന് പറയുന്ന പ്രദേശം. നൈൽ നദിയുടെ കരകളിലെ കൃഷി ചെയ്യാനുള്ള മണ്ണുള്ളൂ. അവിടെ ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയാൻ പറ്റുന്നത് അതേ ഉള്ളൂ. ആ ഒരു നൈൽ കടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈജിപ്ത് എന്ന നാടിൻ്റെ മൊത്തം വലുപ്പത്തിൻ്റെ 5% ഉള്ളൂ. ഈ 5%-ലാണ് ഈജിപ്ത് ജനസംഖ്യയുടെ 99% താമസിക്കുന്നത്. ബാക്കിയൊക്കെ ഡെസേർട്ടായി കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, എല്ലാവരും വന്നോട്ടെ, അൺലിമിറ്റഡ്. ഇത്ര ആളെനിക്ക് പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല, അൺലിമിറ്റഡ്. ഏതൊക്കെ മജീഷ്യന്മാരുണ്ടോ എല്ലാവരും വന്നോട്ടെ. എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ ഈ ഒരൊറ്റ വടി കൊണ്ട് വിജയം കാണിച്ച് അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിച്ച നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലിനുരിയക മിൻ ആയാതിനൽ കുബ്ര, വലിയ ദൃഷ്ടാന്തങ്ങൾ ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നുണ്ട് മൂസ നബിയെ. ഇപ്പം കണ്ട ഈ പാമ്പൊന്നൊന്നുമല്ല, ആയിരക്കണക്കിന് പാമ്പുകളെ വിഴുങ്ങാൻ പറ്റുന്ന രീതിയിൽ സാഹിര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരു മാജിക്കിനെ മറികടക്കാൻ അതിലും മുന്തിയ മാജിക്കിന് കഴിഞ്ഞേക്കാം. പക്ഷേ എല്ലാ മുന്തിയ മാജിക്കിനെയും തറപറ്റിച്ചുകൊണ്ടാണ് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സർപ്പം, ആ വടി പാമ്പായി മാറിയിട്ട് എല്ലാറ്റിനെയും വിഴുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് സാഹിര്യങ്ങൾ മുഴുവനും സുജൂദിൽ വീണത്. അവർ പറഞ്ഞു, ഇത് പടച്ച തമ്പുരാനല്ലാതെ ചെയ്യാൻ കഴിയില്ല. അവർക്ക് മനസ്സിലായി, ഇത് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്നു, ഞങ്ങളെ കൊണ്ട് കഴിയാത്തൊരു സംഗതിയാണിത്. ഞങ്ങൾക്ക് പലതും കാണിച്ചു കൊടുത്ത് തോന്നിപ്പിക്കാൻ പറ്റും, പക്ഷേ ഇത് തോന്നിപ്പിക്കല്ല. ആ വടി പോയി ഡിസപ്പിയറായി. അവർ കൊണ്ടുവന്ന അവർ കൊണ്ടുവന്ന വടികളും അതുപോലെ തന്നെ റോപ്പുകൾ, കയറിൻ്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ പാമ്പായിട്ട് ഇങ്ങനെ ആ ഒരു മൈതാനത്ത് മുഴുവൻ എഴഞ്ഞ് നടക്കുമ്പോൾ എല്ലാവരും ആർപ്പ് നിലവിളിച്ച് കരഘോഷം കൊണ്ട് തിമർത്താടി അവർ ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അൽ ഖിഹായ മൂസ അവിടെ ഇട്ടേക്കിന മടി. നിമിഷ നേരം കൊണ്ട് ആ സർപ്പങ്ങളെ മുഴുവൻ വിഴുങ്ങി സയ്യിദുനാ മൂസ അലൈഹി സ്വലാം അതിൻ്റെ വായിൽ പിടിച്ചു. അതങ്ങ് വടിയായിട്ട് മാറി. സർവ്വ മജീഷ്യന്മാരും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ വീഴുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞു, ഇത് മാജിക് അല്ല, ഇത് മുഅ്ജിസത്താണ്. ഇത് മുഅ്ജിസത്താണ്. ആ ആശയം ശരിക്കവർക്ക് ബോധ്യപ്പെട്ടു. ഫറോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു വലത്തെ കൈയും ഇടത്തെ കാലും ഞാൻ വെട്ടിമാറ്റും, ഇടത്തെ കൈയും വലത്തെ കാലും ഞാൻ മുറിക്കും.
ഇഖ്ളി മാ അൻത ഖാദ്, നിനക്ക് വേണ്ടതൊക്കെ നീ ചെയ്തോ. ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ലോകത്തല്ലേ നിനക്ക് എന്തെങ്കിലും ഞങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അള്ളാഹുവിലേക്ക് പോകാൻ നിൽക്കുന്നവരാ, ഞങ്ങൾക്കത് പ്രശ്നമല്ല. അങ്ങനൊരു ഈമാൻ സാഹിര്യങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ നടന്ന മുഅ്ജിസത്തിൻ്റെ വണ്ണം, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ഗൗരവം എത്രയായിരിക്കും? അതിലേക്ക് സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല ഇവിടെ. ഞാനിതൊക്കെ തരുന്നത് ലിനുരിയക മിൻ ആയാതിനൽ കുബ്ര, ഭയങ്കരമായ വലിയ ദൃഷ്ടാന്തങ്ങൾ മുസനബിയെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي أشدد به أزري. അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നു, ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകണം മുസനബിയെ. ഇന്നഹു തഗാ, എല്ലാ പരിധിയും അവൻ ലംഘിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ധിക്കാരിയായി അവൻ മാറിയിരിക്കുകയാണ്. ഇന്നഹു തഗാ. അല്ലാഹു അവിടെ അത്രയേ പറഞ്ഞുള്ളൂ. ഞാനാണ് പടച്ചവൻ എന്ന് വാദിച്ച രാജാക്കന്മാരൊന്നും ലോകത്ത് വളരെ കുറവാണ്. ഖാറൂൻ അങ്ങനെ പറഞ്ഞു. മുസ്ലിം സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഭരണാധികാരിയായിരുന്ന ഖാറൂൻ. ഫിർഔന് പറഞ്ഞു സയ്യിദന മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഫിർഔൻ, റംസീസ് രണ്ടാമൻ. ഇന്നഹു തഗാ. അവിടെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ദീർഘമായൊരു വഹയുണ്ട്. ഫറോവ എൻ്റെ നിയമങ്ങളെ മുഴുവനും ചവിട്ടി അവൻ നിസ്സാരമാക്കുകയും ചെവി കൊടുക്കാതിരിക്കുകയും എൻ്റെ ദാസന്മാരായ മനുഷ്യരെ അവൻ അടിമകളാക്കി പീഡിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നും കണ്ണു തുറന്ന് കാണാൻ അവൻ തയ്യാറല്ല. അവൻ്റെ ആരോഗ്യവും അവൻ്റെ സമ്പാദ്യവും അവൻ്റെ അധികാരവും കണ്ടവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയിരിക്കുകയാണ്. മുസനബിയെ, അവനോടുള്ള ദേഷ്യമോ പ്രതികാരമോ ഞാനിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ദഅവത്തിനും അവസരം കൊടുക്കാതെ ഞാൻ അവനെ പിടിക്കും. പക്ഷേ എൻ്റെ റഹ്മത്ത് എൻ്റെ ദേഷ്യത്തേക്കാൾ മുമ്പിലാണ്. അതുകൊണ്ട് മുസനബിയെ, നിങ്ങളെ ഞാൻ ഈ ദൗത്യവുമായി പറഞ്ഞേക്കുകയാണ്. ഞാൻ പറയുന്നു എന്നവനോട് പറഞ്ഞിട്ട് അവനോട് ഈ ദുൽമുകൾ നിർത്താൻ വേണ്ടി പറയണം. മുസനബി അലൈഹി സ്വലാം പോകുന്ന ദൗത്യം വളരെ വളരെ വ്യക്തമാണ്. ഒന്ന്, ബനു ഇസ്രായേലുകൾ എന്ന് പറയുന്ന പാവപ്പെട്ട അന്നത്തെ ജനങ്ങൾക്ക് നീതി വേണം, അവർക്ക് ഫ്രീഡം വേണം. അവരടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഫോർ നോ റീസൺ. അവരൊക്കെ അമ്പിയാക്കന്മാരുടെ മക്കളാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളും മക്കളുടെ മക്കളുമാണ് ഈജിപ്തുകാർ, ജോർഡാനുകാർ, കൻആനുകാർ. അവരെയൊക്കെയാണ് ഇദ്ദേഹം അടിമകളാക്കി വെച്ചിട്ടുള്ളത്. അൻ അർസിൽ മഅയ ബനി ഇസ്രായേൽ. മുസനബിയുടെ ഡിമാൻഡ് അതാണ്. ഇസ്രായേൽ മക്കളെ എൻ്റെ കൂടെ വിട്ടുതരണം. അതിലാണ് ഫറോവയുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടായത്. സയ്യിദുന മൂസ അലൈഹിസ്സലാം അല്ലാഹു തആല ഇത് പറഞ്ഞപ്പോഴേക്കും ആദ്യം മൂസ നബി പറയുന്നത്, ഖാൽ റബ്ബി ഇശ്റഹ് ലി സുദ്രി, എൻ്റെ നെഞ്ചകം, എൻ്റെ ഖൽബ് വിശാലമാക്കി തരണം റബ്ബേ. ഫറോവനെ കാണാൻ വേണ്ടി പോവാണ്, ഫറോവയുടെ മുമ്പിലേക്ക് പോവാണ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ പടച്ചവനെ. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, എൻ്റെ നാവിലൊരു കെട്ടുണ്ട്, ആ കെട്ട് നീ അഴിച്ചു തരണം പടച്ചവനെ. യഫ്ഖഹു ഖൗലി, അപ്പോഴല്ലേ ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവുള്ളൂ. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബക്കാരനായ ഹാറൂന അഖി, എൻ്റെ സഹോദരനായ ഹാറൂനിനെ എൻ്റെ സഹായിയായി നീ മാറ്റിത്തരണം. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നർത്ഥത്തെ, വസീർ എന്ന് പറഞ്ഞാൽ സഹായിയാണ്. എനിക്ക് സഹായിയായിട്ട് ഉഷ്തുദ് ബിഹി അസ്രി. ഹാറൂൻ അലൈഹിസ്സലാം മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ജ്യേഷ്ഠനാണ്. ഹാറൂനിന് നുബുവത്ത് കൊടുത്തിട്ട് എനിക്ക് നീ ശക്തി പകരണം പടച്ചവനെ. അശ്രിക്കുഹു ഫീ അംരി, എന്നെ ഏതൊരു ദൗത്യത്തിലേക്കാണോ റബ്ബേ നീ നിയോഗിച്ചത്, ആ ദൗത്യത്തിൽ എൻ്റെ കൂടെ പങ്കാളിയായി എൻ്റെ സഹോദരൻ വേണം. എന്തിന്? കൈ നുസബ്ബിഹക കസീറാ, ഞങ്ങൾ രണ്ടുപേരും നിനക്ക് തസ്ബീഹ് ചൊല്ലും റബ്ബേ ഒരുപാട്. വനദ്കുറക കസീറാ, ഞങ്ങൾ രണ്ടുപേരും നിനക്ക് ഒരുപാട് ദിക്ർ ചൊല്ലും റബ്ബേ. ഇന്നക കുൻത ബിനാ ബസീറാ, നീ ഞങ്ങളോട് വലിയ ഉപകാരം ചെയ്യുന്നു, നീ ഞങ്ങളെല്ലാം കാണുന്നവനല്ലേ പടച്ചവനെ എന്ന് സ്വന്തം സഹോദരനോട്, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സേവനങ്ങളിൽ ഏറ്റവും വലിയ
ഉപകാരം ചെയ്തു കൊടുത്ത മഹാനാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. എൻ്റെ സഹോദരൻ നുബുവത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. വീട് കൊടുക്കണേ, ജോലി കൊടുക്കണേ എന്നല്ല, നുബുവത്ത് കൊടുക്കണമേ. അങ്ങനെ ഒരു സഹോദരനെ കുറിച്ച് ഓർത്ത ഒരു സഹോദരനേ ഉള്ളൂ, അത് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. വേറെ ആരും ഒരു സഹോദരനും അത്ര വലിയ ഉപകാരം ചെയ്തു കൊടുത്തിട്ടില്ല എന്നാ. എൻ്റെ സഹോദരൻ നബിയാക്കണമേ. മൂസ നബി ഇസ്ലാമിന് നാവിനൊരു വിക്കുണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ ഫറോവയുടെ മടിയിൽ ചെറിയ കുട്ടിയായിരുന്ന് കളിച്ചപ്പോൾ മൂസ നബി ഫറോവൻ്റെ താടിക്ക് പിടിച്ചു. മൂപ്പർക്ക് വേദനയായി. അപ്പോൾ പറഞ്ഞു ആസിയ ബീവിയോട്, ആസിയ, ഈ കുട്ടി കുഴപ്പക്കാരനാട്ടോ, അവനെ കൊല്ലുന്നെ വേണം, നീ പറഞ്ഞിട്ട് ഞാൻ കൊല്ലാണ്ട് വിട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ആസിയ ബീവി പറഞ്ഞു, ചെറിയ മോനല്ലേ, ആ കുട്ടിക്ക് ഇതൊക്കെ അറിയോ? അറിയാതെ ഇവൻ എന്നെ ഉപദ്രവിക്കുകയാണ്. വേറെ ആരും മൂസ നബി ചെയ്തിട്ടില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ കുഞ്ഞിനെ കൊല്ലുമോ എന്ന് പേടിച്ചപ്പോൾ ആസിയ ബീവി പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഈ കുട്ടിക്ക് വലിയ ബുദ്ധിയൊന്നും ആയിട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ ആസിബി പറഞ്ഞു, കണ്ടില്ലേ ഈ കുട്ടിക്ക് ഈത്തപ്പഴ ഏതാണ് അല്ലെങ്കിൽ ചൂടുള്ള തീക്കട്ട ഏതാണെന്ന് അറിയാത്ത കുട്ടിയല്ലേ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടുതാ. ആ സംഭവം ഹദീസിലൊക്കെ വന്നിട്ടുണ്ടത്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, അല്ലാഹുവേ എൻ്റെ നാവിനൊരു കെട്ടുണ്ട്, പറഞ്ഞാൽ ശരിക്കും ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഹുവ അഫ്സഹു മിന്നി, അങ്ങനെ പറയുന്നുണ്ട് വേറെ ആയത്തിൽ, എൻ്റെ മൈ ബ്രദർ ഹാറൂൻ അലൈഹിസ്സലാം ഈസ് മോർ എലക്വൻസ് ദാൻ മീ, എന്നെക്കാളും സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ഹാറൂൻ അലൈഹിസ്സലാം. അതുകൊണ്ട് അവരായിക്കോട്ടെ എൻ്റെ കൂടെ സഹായിയായിട്ട് വേണ്ടത്. രണ്ടുപേരുമാണ് ദഅവത്തിന് പോകുന്നത്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അത് വഅദ് പറയാൻ നിൽക്കുമ്പോൾ ഉസ്താദുമാരൊക്കെ ചൊല്ലുന്നൊരു ദിക്ർ കൂടിയാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ബയാനിൽ തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളത് ചൊല്ലിയിരുന്നുവെന്നാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കാരണം ഹൃദയത്തിനൊരു വിശാലത വേണം, നമ്മുടെ ഓർമ്മകൾ തുറക്കണം, മെമ്മറി വർക്ക് ചെയ്യണം. നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം, പറയുന്നത് ബോധ്യമുള്ള കാര്യങ്ങളും അടിസ്ഥാനമുള്ള കാര്യങ്ങളും ആയിരിക്കണം, തെറ്റിപ്പോകരുത്, ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇങ്ങനെ ഒരുപാട് വിഷയമുണ്ട് നമ്മൾ പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ. ഇപ്പോഴത്തെ കാലമല്ലേ ആൾക്കാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാണാൻ നിൽക്കുക, കുഴപ്പമില്ലാത്തതിനെ പിടിച്ച് കുഴപ്പമാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വിടുന്ന കാലമാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഭയങ്കരമായൊരു ചോദ്യമാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വൈവ എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക, സംസാരിക്കേണ്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണിത്, റബ്ബി ഇശ്റഹ് ലി സദ്രി. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഓഡിയൻസിനെ ആദ്യമായിട്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണ്. ചിലപ്പോൾ കയ്യും കാലൊക്കെ വിറക്കും, തലേന്ന് ഉറക്കം വരില്ല, നാളെ സ്വാഗതം പറയണമല്ലോ പഠിച്ചോനെ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. മൈക്കിൻ്റെ മുമ്പിലൊക്കെ പഠിച്ചോ ഇവരൊക്കെ എന്നെ തിന്നോ, എന്നെ നോക്കുമോ എന്നൊക്കെ ഒരു പേടി. സഭാകമ്പം എന്ന് പറയുന്നതിനല്ലേ, സ്റ്റേജ് ഫോബിയ, സ്റ്റേജ് പേടിയാവുക, അത് സ്വാഭാവികമാണ്. നമ്മളത് ശീലമല്ലെങ്കിൽ പേടിയാവും. സദസ്സിൽ വന്ന് ഇരുന്ന് പരിചയമില്ലാത്തൊരു സദസ്സിൽ വന്നിരുന്ന് എന്നെല്ലാവരും നോക്കുമോ, ഇരിക്കാൻ പേടിയുള്ളവരുണ്ടാവും സദസ്സിലിരിക്കാൻ. പിന്നെ സ്റ്റേജുമ്പോൾ പറയേണ്ട കാര്യം, നമ്മൾ ചെറുപ്പത്തിൽ അന്തം ബുദ്ധിയില്ലാത്ത കാലത്ത് സ്റ്റേജുമ്മ കയറിയതുകൊണ്ട് ആ പേടിയില്ലായിരുന്നു. 11ാം വയസ്സിലും 12ാം വയസ്സിലും കയറിയതുകൊണ്ട് അത് എന്താണെന്ന് അറിയാതെയാണ് പ്രസംഗിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് പിന്നെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷയമല്ലാണ്ടായി മാറിയതാണ്. സത്യത്തിൽ ഭയങ്കര പേടിയുള്ള സംഗതിയാണ്. ആലോചിച്ച് വയ്ക്കുകയല്ലേ, മനുഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കല്ലേ, വെറുതെ പേടിയാവും. ആവശ്യം അപ്പോൾ പറയാൻ വിചാരിച്ചത് മറന്നു പോവും, ഓർമ്മ ഉണ്ടല്ലോ ഉണ്ടായിപ്പോവും, ചിലർ ബോധം കെട്ട് വീഴും. റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് ദ്വാരക്കണമെന്ന, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, പടച്ചവനെ എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഇത് ചൊല്ലിക്കോളൂ, റബ്ബി ഇശ്റഹ് ലി സദ്രി. ഹൃദയം വിശാലമാവും. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച അല്ല, അടുത്ത 13-ാം തീയതിയാണ് വ്യാഴാഴ്ച. അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഇൻഷാ അല്ലാഹ് ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ഭാഗത്തെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ച് സംസാരിക്കാനുണ്ട്. റബ്ബി ഇശ്റഹ്